السلام عليكم ورحمة الله وبركاته. سلموا يا إخواني والأخوات. الحمد لله الذي أنزل آيات بينات وكتابا مبينا، الذي أنزل القرآن بلسان عربي مبين لعلهم يتقون ولعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات دروس اللغة العربية لغير الناطقين بها تحت إشراف فهم القرآن على أيسر الطريق. ഖുർആൻ പഠനത്തിന്റെ എളുപ്പവഴിയുടെ കീഴിൽ നടന്നു വരുന്ന ദുറൂസുൽ ലുഗത്തുൽ അറബിയ്യ മൂന്നാം സെമസ്റ്റർ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ആരാ പോയത്? ഓക്കെ, ആരെ കേൾക്കുന്നുണ്ട്? പ്രതികരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്താ പറഞ്ഞത്? ഇപ്പൊ എന്താ പറഞ്ഞത്? പ്രതികരിക്കുന്നവരാരെങ്കിലും ഉണ്ടോന്ന്? ഉണ്ടല്ലോ, പറയാം. എന്താ ലേറ്റ് ആയത്? വന്നേയുള്ളൂ. തിരക്കിലാണ് അല്ലേ? ഇല്ല ഉസ്താദെ, പറഞ്ഞു. 23 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആൻസർ ചെയ്തത്. 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ് സർ ഇത്. ഇല്ല, 24 തുടങ്ങേണ്ടത്. ഇബിനു കഥാ വക്കഥ സനത്തൻ, അത് വെച്ച് അങ്ങനെ അവസാനിപ്പിച്ചു. ഇബിനു കഥാ വക്കഥ. ഓക്കേ, എനിക്കെന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ? ഏത് സെമസ്റ്റർ ആണ്? ഏത് സെമസ്റ്റർ ആണ്? എന്ത് സാറേ? ഏത് പാഠപുസ്തകത്തിലാണുള്ളതെന്ന്? അയ്യോ, ഇത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പേജ് നമ്പർ 39. അതേ കഴിഞ്ഞ് 41 വരെ വായിച്ചിരിക്കുന്നു. ഇല്ലല്ലോ. ശരിയാണ്. യഹൂദ്. ഞാൻ വിചാരിച്ചു നിങ്ങൾ പറയുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും. അല്ല, അത് ശരിയാണ്. ഞാൻ ക്വസ്റ്റ്യൻ മാത്രം തന്നത് മാത്രമേ നോക്കി ശ്രദ്ധിച്ചത്, അതാണത്. 25 വായിച്ച അൽ യഹൂദ് ഇസ്മു ജിൻസുൻ ജംഇയ്യുൻ എന്നൊക്കെ പറഞ്ഞു. യഹൂദ് ബഹുവചനമാണ്, അതിന്റെ ഏകവചനം യഹൂദിയാണ് പറഞ്ഞില്ലേ? അതാവും വായിക്കാളോ ഇനി. അപ്പൊ നിങ്ങളല്ലേ ചോദിച്ചത് ഹിന്ദി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഹിന്ദി എന്ന് പറയുന്ന ഏകവചനമാണ് ആണോ? അപ്പോ അതിന്റെ ബഹുവചനം എന്താണ്? അല്ല, അതിന്റെ ബഹുവചനം എന്താണെന്ന് ചോദിച്ചു അല്ലേ? ഹിന്ദി അത് വർഗത്തിന്റെ നാമമല്ല, അത് ബന്ധപ്പെടുത്തുന്ന നെസബാണ് എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടാവും. എനിവേ, ഒരു പ്രോബ്ലം ഇതേ ഉള്ളൂ. 25ാമത്തത് വായിച്ചില്ല എന്നുള്ളതാണ് വിഷയം അല്ലേ? ഈ ഹാദൽ കിതാബിയ 500 സഫ്ഹത്തിൻ. അവിടെ ഹംസിന്റെ അടയാളം എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പറഞ്ഞത്. എന്നിട്ട് ഖറഅതു മിൻഹാ 400 സഫ്ഹത്തിൻ അല്ലേ? സമനു തദ്കിറതി $900. സലാസിമിയത്ത് എന്ന് പറയുമ്പോൾ സലാസിന് എന്ത് അടയാളമാണോ വരേണ്ടത് അത് സന്ദർഭത്തിനനുസരിച്ചായിരിക്കും വരുന്നത്. മിഅത്തിന് കസറായിരിക്കും. അത് പറഞ്ഞ ഓർമ്മയില്ലേ? സലാസുമിഅതി യാലിൻ. സലാസു മർഫൂഉൻ ലിഅന്നഹു മുബ്തദഉൻ. ഉരീദു സലാസമിഅതി. ഇത് ഇവിടെ നിർത്തിയെന്ന് തോന്നുന്നു. ഇതാണ് നിർത്തിയത്. أدخل كل كلمة مما يأتي في جملة مفيدة. ഇതില് ലഫ്ള് മിഅത്തിന്റെ കാര്യം പറഞ്ഞു.
ഒന്നോ രണ്ടോ ഉദാഹരണം വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, ഉദാഹരണം പറഞ്ഞു, പിന്നെ അതിന്റെ ആൻസർ വായിച്ച് ക്വസ്റ്റ്യൻ വായിച്ചില്ല എന്ന് തോന്നുന്നു അല്ലേ? കേൾക്കുന്നുണ്ടോ? നമ്മൾ ഇവിടെ മൂലം വായിക്കാം. അതായത് സലാസി മിഅത്തി എന്നുള്ളത് മിഅത്തിന് കെസ്റായിരിക്കും വരിക. സലാസു എന്നുള്ളതിന് സന്ദർഭത്തിന്റെ അനുസരിച്ച് അടയാളം എന്താണെന്ന് നോക്കണം. പിന്നെ സലാസു മർഫു, ഇവിടെ സലാസു എന്നത് മർഫു ആണ്. അന്നഹു മുബ്തദ, അതുകൊണ്ട് അത് എന്തുകൊണ്ടെന്നാൽ അത് മുബ്തദ ആണ്. ഓക്കെ, മുബ്തദയും ഖബറും, മുബ്തദ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട്, അതിന് വേറെ മാറ്റങ്ങളൊന്നും വന്നില്ലെങ്കിൽ അതിനെന്തായിരിക്കും? ഇൻട്രോഡക്ടറി പാർട്ടിനും കൺക്ലൂഷൻ പാർട്ടിനും റഫ് തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോ എന്തി സലാസി മിയത്ത് എന്ന് പറയുന്നിടത്ത് സലാസിന് വമൂൾ. ഉരീദ് പറഞ്ഞപ്പോൾ ഉരീദുവിന്റെ മഫ്ഊലും ബിഹി ആയിട്ടാണ് ഉരീദ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തുദ്ദേശിക്കുന്നു? അതുകൊണ്ട് സലാസിന് നസ്ബ് കൊടുക്കണം, മൻസൂബാവും. സലാസ മിഅത്തി റിയാലിൻ. هنا ثلاثة منسوب لأنه مفعول به. جيم اشتريت هذه الساعة بي വന്നുകൊണ്ട് ب300 റിയാലിൻ. സലാസിന് കസ്ർ വന്നു. മിയത്തിന് എപ്പോഴും കസ്ർ തന്നെയായിരിക്കും ഉണ്ടാവുക. കാരണം അതിനെ ഇതിലേക്ക് ഇളാഫത്ത് ചെയ്യുകയാണ്. സലാസമിയത്ത് അർബമിയത്ത് എന്നൊക്കെ പറയുമ്പോ മിയത്ത് എപ്പോഴും അതായത് എത്ര 100 എന്ന് പറയുമ്പോൾ മിയത്തിന്റെ മുകളില് സലാസമിയത്ത് മുതല് തിസ്മിയത്ത് വരെ പറയുമ്പോൾ എന്താണ്? അതിനെ മിയത്തിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ടാണ് പറയുക. ഓക്കെ, അപ്പോ ഇഷ്തറൈതു കഴിഞ്ഞിട്ട് ബി സലാസി മിഅത്തി റിയാലിൻ. ഹുനാ സലാസി മജ്റൂറുൻ ബിൽ ബ, അഥവാ ഹർഫ് ജറായ ബ കൊണ്ട്. വമിസ്ലു സലാസി മിഅത്തിൻ, സലാസി മിഅത്തിൻ എന്നത് അഖവാത്തുഹ അർബഅമിഅത്തിൻ വഖംസുമിഅത്തിൻ, ഇതെല്ലാം എന്താണ്? അതിന്റെ സഹോദരിമാരാണ്. സലാസി മിഅത്ത് മുതല് അർബഅമിഅത്തിൻ അതിന്റെ സഹോദരിമാരാണെന്ന് പറയുമ്പോ അതുപോലെയാണെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിഅത്തുൻ 100, 200 പറയുമ്പോ എത്ര ആയിരിക്കും? 200 പറയുമ്പം 2 മിഅത്ത് എന്ന് പറയാൻ പറ്റില്ല. ഇസ്ലാം മിഅത്ത് എന്ന് പറയാൻ പറ്റില്ല. മിഅത്തൈനി അല്ലെങ്കിൽ മിഅത്തൈനി എന്നായിരിക്കും വരിക. അത് കഴിഞ്ഞിട്ട് പിന്നെ 300 വരുമ്പോൾ സലാസു മിഅത്ത്, 400 വരുമ്പോൾ അർബഅമിഅത്ത്. അപ്പൊ സലാസു മിഅത്ത് മുതല് തിസ്ഉമിഅത്ത് വരെ, അതുവരെയും അതുപോലെ തന്നെ, അതുവരെയും ഇതിന്റെ സഹോദരിമാരാണ്. ومثل 300 أخواتها 400 و500 إلى 900. 300 പോലെ അതിന്റെ സഹോദരിമാരാണ് 900 വരെയുള്ളതെല്ലാം. അതെ. ഇനി എന്ത് ചെയ്യണം? യഖ്റഅൽ അദാദ ഫീമാ യലി ഖിറാഅത്തൻ സഹീഹത്തൻ, ശരിയായി വായിക്കുക. ഈ ഹാദൽ കിതാബി ഖംസു സഫത്തൻ, അല്ല അതെ, 500 സഫഹത്തിൻ. 500 സഫഹത്തിൻ. ഖറഅതു മിൻഹാ 400 സഫഹത്തിൻ. ഖറഅതു ഞാൻ വായിച്ചു, അതുകൊണ്ട് എന്ത് വരും? 400 സഫഹത്തിൻ. ഖറഅയുടെ മഫ്ഊലും ബിഹി വരും. അത് മഫ്ഊലും ബിഹി. തമനു തദ്കിറതി 900 ദൂലാലി. ഇഷ്തറൈതു ഹാദ സിവാറ. നമ്മൾ പറഞ്ഞല്ലോ ഈ സിവാറിന്റെ കാര്യമൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? പൗണ്ട് അല്ല, ബാങ്കിൾ, ബാങ്കിൾ, ബ്രേസ്ലെറ്റ് ഒക്കെ കൈമേടുന്ന എന്താ പറയുന്നത് മലയാളത്തില്? ബ്രേസ്ലെറ്റ്, ബാങ്ക് ഒക്കെ പറയാലോ. മലയാളത്തില്
വള എന്ന് കൈ പറയൂ. ഏ വള. വള എന്ന് പറയാം. പിന്നെന്താ പറയാ കൈമടുന്നതിന്? ഞങ്ങളുടെ നാട്ടിൽ വള എന്നാണ് പറയുന്നത്, അതുകൊണ്ട് ചോദിച്ചത്. വളയും ബ്രേസ്ലെറ്റ് രണ്ടാണെന്ന് മാത്രമേ ഉള്ളൂ. എന്താണ്? ബ്രേസ്ലെറ്റ് വേറെ, വള വേറെ, രണ്ടും കൈമിടുന്നതാണ്, രണ്ടും പറയാം. വളയാവൂല്ലേ? കോമൺ ആയിട്ട് കാണുന്ന വളയാണല്ലോ. വളയാണ്. ഇസ്തറീത്തു ഹാദ സാധാരണ സിവാറ. ഹദീസ് പറയുമ്പോഴത്തേക്ക് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീ വന്നതും അവരെ കയ്യില് സിവാറുണ്ടായിരുന്നെന്നും കാര്യം പറയുന്നത്. അപ്പൊ നമ്മൾ വളയെന്നാണ് പറയുന്നത് മലയാളത്തിൽ പറഞ്ഞു. അപ്പോ ഹാദ സിവാറ ബി ഒന്നുകൊണ്ട് ജുനൈഹിൻ. ജുനൈഹ് പൗണ്ട്സ് ആണെന്ന് പറഞ്ഞു. റാബിയ യദ്റുസു ഫി ഹാദിഹിൽ കുല്ലിയത്തി യദ്റുസുവിന്റെ ഫായിലാണ്. യദ്റുസുവിന്റെ ഫായിലാണ് വരേണ്ടത്. അപ്പൊ സിത്തു മിഅത്തി താലിബിൻ. الخامس جئت إلى المدينة المنورة عام جئت إلى المدينة المنورة عام 400 വരില്ലേ? 40 എന്തായാലും വരില്ല. അപ്പോ 400 കൊല്ലത്തിലല്ലേ അല്ല? മുനവ്വറത്തി ജിഅ്തു വന്നു ഇലൽ മദീനത്തിൽ മുനവ്വറയിലെ ആമ വർഷം എന്നല്ലേ വരെ ആമ എന്ന് പറയുമ്പോ? 400 എന്നാണ് വരിക അല്ലെ ഉസ്താദേ? ആമ വന്നുകൊണ്ട് ആ വർഷത്തെ ഈ ഇതിലേക്ക് ലാഭം ചെയ്തില്ല. ആമ 40 ആമ 400 وألف. മറ്റേതൊക്കെ മിഅത്തിന് തനീം വരാത്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു തമീസ് ഉണ്ടായിരുന്നു, ഒരു വിശദീകരണം ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ വരില്ല എന്നല്ലേ? തിസ്അമിഅതി ദൂലാരിൻ, അവിടെ ദൂലാറിലേക്ക് ഇളാഫത്ത് ചെയ്തിരിക്കുക. സബഅമിഅതി ജുനൈഹിൻ. അല്ലാത്തിടത്ത് സ്വതന്ത്രമായിട്ട് വരുമ്പോ ആമ 400 وألف ബിൽ ഹിജ്റത്തി. അപ്പൊ എന്താ പറഞ്ഞത്? 400 പറയോ? അപ്പൊ 400 ആമ 400 وألف. അപ്പൊ എന്തായി? 1400 ബിൽ ഹിജ്റത്തി. ഹിജ്റ 1400 ഞാൻ മദീന മുനവ്വറയിൽ എത്തിയത്. الخامس والعشرين اليهود اسم جنس جمعي. ഇത് പറഞ്ഞതാണ് കഴിഞ്ഞ പ്രാവശ്യം. അതിന് മുമ്പേ അവൻ പറഞ്ഞിട്ടുണ്ടാവും ഇതുപോലെ വന്നപ്പോ. കാരണം ഹിന്ദിയും നേരത്തെ വന്നിട്ടുണ്ടല്ലോ, ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. അൽ ഹിന്ദു ഹിന്ദിയും എന്നൊക്കെ നമ്മൾ ഇതിൽ തന്നെ വന്നിട്ടുണ്ടല്ലോ. യഹൂദ് എന്ന് പറഞ്ഞത് വർഗത്തിന്റെ നാമമാണ്, അത് കൂട്ടത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഇസ്മു ജിൻസിൻ വർഗത്തിന്റെ പേരാണ്, ജംഇയ്യിൻ കൂട്ടായിട്ടുള്ള. വസ്മുൽ ജിൻസിൽ ജംഇയ്യു, ഇസ്മുൽ ജിൻസിൽ ജംഇയ്യു, അങ്ങനെ കൂട്ടത്തിന് പറയുന്ന വർഗനാമം. ഹുവല്ലദീ യുഫ്റഖു ബൈനഹു വബൈന വാഹിദിഹി. അതിനെ യുഫ്റഖു വേർതിരിക്കപ്പെടും. യുഫ്റഖു എന്ന വാക്ക് വായിച്ച ഓർമ്മയുണ്ട്. യുഫ്റഖു ബൈനഹു വബൈന വാഹിദിഹി, അതിനെയും അതിന്റെ ഏകവചനത്തെയും തമ്മിൽ വേർപിടിക്കപ്പെടും. ബിൽ യാഇ, യാ കൊണ്ട്, ഔ ബിത്താഇ, അല്ലെങ്കിൽ താ കൊണ്ട്. അപ്പോ അൽ യഹൂദ് എന്ന് വരുന്നതിന്റെ കൂടെ യഹൂദിയുൻ എന്ന് പറഞ്ഞാൽ ഒരു യഹൂദി എന്നവരും, യഹൂദുൻ എന്നതിന് യഹൂദിയുൻ എന്ന് പറയും.
അറബുൻ എന്നത് അറബികൾ എന്ന് പറയും. അതിന്റെ ഏകവചനം അറബിയുൻ. ഇത് പറഞ്ഞപ്പോ ഞാൻ ഹദീസ് പറഞ്ഞായിരുന്നല്ലോ, ലൈസലി അറബിയൻ ഫദ്ലുൻ അലാ അജ്മിയ്യിൻ എന്ന ഹദീസിലുണ്ട്. അപ്പൊ ലൈസലി അറബിയൻ എന്നതെന്താണ്? ഏകവചനമാണ്. റൂമുൻ. അപ്പൊ അതും ഞാൻ പറഞ്ഞായിരുന്നു. അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം. റോമാക്കാർ പരാജിതരായി. റോമാക്കാർ ജയിച്ചു എന്നാ ഗുലിബ എന്ന് പറഞ്ഞാൽ? അല്ല, അപ്പൊ നേരത്തെ ഓപ്പോസിറ്റ് ആയി. പരാജയപ്പെട്ടു എന്നാണ്. അവരെ ജയിച്ചടക്കി. അവർ ജയിച്ചടക്കപ്പെട്ടു. അവർ ജയിച്ചടക്കപ്പെട്ടു. ഗുലിബ, ഗുലിബത്തിർ റൂം. റോമാക്കാർ പരാജിതരായി എന്നാണ്. ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. പിന്നീട് അവർ വിജയിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ റൂം എന്ന് പറഞ്ഞാൽ റോമക്കാർ. അതിന് ഏകവചനം റൂമിയുൻ. തുർക്കുൻ, തുർക്കിയുൻ. ഇംഗ്ലീസിയുൻ, ഇംഗ്ലീസും ഇംഗ്ലീസിയുൻ. ഏകവചനം വരും. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷുകാരൻ, ഇംഗ്ലീഷുകാർ. അല്ല, ഇംഗ്ലീസിയും എന്ന് പറയുമ്പോ ഇംഗ്ലീഷുകാരനല്ലേ വരുള്ളൂ. യായിട്ടാണ് ഇംഗ്ലീഷുകാരൻ, യായിട്ടില്ലെങ്കിൽ ഇംഗ്ലീഷുകാർ. അപ്പൊ ഇതെല്ലാം എന്താണ്? യാ ചേർത്ത് ഏകോചനമാക്കുന്നതാണ്. ഇനി താ ചേർത്ത് ഏകോചനമാക്കുന്നതാണ് സമക്കുൻ. സമക്കിന് സമക്കീയ എന്ന് പറയാൻ പറ്റൂല. സമക്കത്തുൻ, ഷജറുൻ ഷജറത്തുൻ, തുഫാഹുൻ തുഫാഹത്തുൻ. ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞാൽ, നമ്മൾ മലയാളത്തിൽ പറഞ്ഞ യഹൂദ് എന്ന് പറയുമ്പോൾ യൂതവർഗം അല്ലേ? ഇവിടെ സമക്ക് എന്ന് പറയുമ്പോൾ സമക്കിന്റെ ഇനമാണ്. അപ്പം എന്തെല്ലാം വർഗം എന്ന് നമ്മൾ പറയുന്നതല്ല. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാം. സമക്കിനാണ്. സമക്ക് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എന്താ? മത്സ്യം. പക്ഷേ ഒരു മത്സ്യത്തിന്റെ ഇനങ്ങൾ, ആ ഒരു ഗ്രൂപ്പ് അല്ലേ പറയുന്നത്. ഞാൻ മത്സ്യം വാങ്ങിയെന്ന് പറയുമ്പോൾ ഒരു മത്സ്യമല്ലല്ലോ വാങ്ങിയത്. അപ്പൊ അതേസമയം ഒറ്റ മത്സ്യമാണ് പറയേണ്ടതെന്ന് പറഞ്ഞാല് സമക്കത്തുൻ. ഷജറുൻ ഷജറത്തുൻ. ഖുർആനിലുണ്ടല്ലോ, ഷജറത്തുൻ ഉണ്ട്, ഷജറുൻ ഉണ്ട്. ഖാല തആല വന്നജ്മു വശജറു. അവിടെ മരങ്ങൾ എന്ന അർത്ഥത്തിലാണ് വന്നത്. മരങ്ങൾ. അപ്പൊ നജ്മ് വള്ളികൾ. അതേപോലെ ഷജറത്ത് മസലു കലിമത്തിൻ അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബത്തൻ കശജറത്തിൻ ത്വയ്യിബത്തിൻ. അപ്പൊ അതൊരു ത്വയ്യിബായ ഒരു മരത്തെ പോലെയാണ്. കലിമത്ത് ഹക്കിന്റെ എന്താ പറയാ, നല്ല വാക്യത്തിന്റെ ഉദാഹരണം. ലാ ഇലാഹ ഇല്ലല്ലാഹുടെ ഉദാഹരണം പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു? ഷജറത്തിൻ ത്വയ്യിബത്തിൻ എന്ന് പറഞ്ഞു. അതൊരു ത്വയ്യിബായ ഷജറത്ത് പോലെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഏകവചനമാണ്. തുഫാഹുൻ തുഫാഹത്തുൻ. ആപ്പിളിനെ കുറിച്ചൊന്നും ഇതിൽ പറഞ്ഞില്ല. കാരണം അവിടെ ആപ്പിൾ ഇല്ലായിരുന്നു. അവിടെ ഉള്ള പഴങ്ങളെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. പിന്നീട് സ്വർഗത്തിൽ ഒരുപാട് പല ഇനം പഴങ്ങൾ ഫവാക്കിഹ കസീറത്തിനെന്നാണ് പറഞ്ഞത്. അനുവാചകന് മനസ്സിലാകുന്ന ഭാഷയായിരിക്കും ഖുർആൻ ഉപയോഗിക്കുന്നത്. ഇനബ് ഉണ്ടായിരുന്നു അവിടെ, അതുകൊണ്ട് ഇനബ് പറഞ്ഞിട്ടുണ്ട്. ഇനബ് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ വർഗനാമമായിട്ടാണ് ഇനബ് പറഞ്ഞിട്ടുള്ളത്. ഇനബത്ത് കണ്ട ഓർമ്മയില്ല എനിക്ക്. മൗസ് മൗസത്ത് അത് നമ്മുടെ നാട്ടിലുള്ളതാണ്. ഹബ്ബുൻ ഉണ്ട്, ഹബ്ബത്തും ഉണ്ട് ഖുർആനിൽ. വൽ ഹബ്ബു ദുൽ അസ്ഫി വർ റൈഹാൻ. അതേപോലെ വലാ ഹബ്ബത്തുൻ ഫീ ദുലുമാത്തിൽ ബർരി വൽ ബഹരി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഹബ്ബത്ത് ഏകവചനമായിട്ടും ഹബ്ബ് കോമൺ ആയിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. وسننتقل إلى الدرس الرابع. أظن أن ليس عندكم سؤال أو إشكال. ഒരു ചോദ്യം ഇല്ലെന്ന് മനസ്സിലാക്കുന്നു. ചോദ്യമൊന്നുമില്ല.
നാലാമത്തെ പാഠത്തിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് ഇസ്മുൽ ഫാഇലാണ്. ഇസ്മുൽ ഫാഇൽ. ഇസ്മുൽ ഫാഇലിന് നമുക്ക് ഇസ്മുൽ ഫാഇൽ നമ്മൾ എന്താണ് പറയാ? നമ്മൾ പറയുന്നത് കർത്തൃനാമം എന്ന് പറയും. കർത്തൃനാമം. അതേപോലെ ഇസ്മുൽ മഫ്ഊൽ, കർമ്മനാമം. അണ്ടർസ്റ്റാൻഡ് ഖുർആൻകാർക്ക് ഇത് പഠിക്കേണ്ട കാര്യമില്ല. ഈ സംഭവം പുതിയ ഒരു സംഭവമല്ല. കാരണം നമ്മൾ ഫത്തഹ ടേബിൾ പഠിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? ഫത്തഹയുടെ ഇസ്മുൽ ഫാഇൽ എന്താണ്? ഫാത്തിഹുൻ. ഇസ്മുൽ മഫ്ഊൽ കർമ്മനാമം മഫ്തൂഹുൻ. ഇതാണ് ഇതില് പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി. രണ്ടാമത്തെ ഒരു സംഗതി ഇതിൽ പഠിക്കുന്നത് മ അൽ ഹിജാസിയ. മ അൽ ഹിജാസിയ എന്നാണ് ചേർത്ത് പറയുമ്പോൾ മൽ ഹിജാസിയ എന്നാണ് പറയുക. ഹിജാസിയായ മ. ഹിജാസിയായ. അപ്പൊ മ എന്തായിരിക്കും? ലൈസയുടെ അർത്ഥത്തിലായിരിക്കും ഉണ്ടാവുക. ലൈസയുടെ അർത്ഥത്തിലുണ്ടാകുന്ന ലൈസയുടെ അർത്ഥത്തിൽ വരും കേട്ടോ. അപ്പൊ ലൈസ എന്താണ്? ലൈസ കാനയുടെ സഹോദരിയാണ്. കാനയുടെ സഹോദരിയാണ് ലൈസ. കാന ഒരു ക്രിയയാണ്. അപ്പൊ ലൈസ ഒരു ക്രിയയാണ്. പാസ്റ്റ് ടെൻസിൽ മാത്രമേ വരുള്ളൂ, അതിന് പ്രസന്റ് ടെൻസ് ഇല്ല. കാനയ്ക്ക് യക്കൂന്ന് വരും, ലൈസയ്ക്ക് എൽയസും ഇല്ല. ലൈസ ലൈസു, ലസ്ത ലസ്തും, ലസ്തു ലസ്ന, ഹിയ ലൈസത്ത്. അങ്ങനെ മാത്രമേ മാതിയ രൂപങ്ങൾ മാത്രമേ ഉള്ളൂ. മാതിയുടെ എല്ലാ രൂപങ്ങളും ഉണ്ട്. അപ്പോ അതേസമയം മ എന്ന് പറയുന്നത് അതേ മൽ ഹിജാസി എന്ന് പറഞ്ഞാൽ ലൈസയുടെ അർത്ഥത്തിൽ വരും. മാ പിന്നെ രൂപഭേദമൊന്നും വരില്ലല്ലോ. മാക്ക് വേറെ രൂപഭേദമൊന്നുമില്ല. ലൈസയുടെ അർത്ഥത്തിൽ വന്നാൽ ലൈസ കാനയുടെ സഹോദരിയാണ്. അതുകൊണ്ട് കാനയുടെ നാമത്തിന് റഫ് ചെയ്യണം, കാനയുടെ ഖബറിന് നസ്ബ് ചെയ്യണം. അതേപോലെ മായുടെ ഇസ്മിന് റഫ് ചെയ്യണം, മായുടെ ഖബറിന് നസ്ബ് ചെയ്യണം. മായുടെ ഇസ്മിന് റഫ് ചെയ്യണം, മായുടെ ഖബറിന് നസ്ബ് ചെയ്യണം. എപ്പോൾ? ലൈസയുടെ അർത്ഥത്തിൽ വരുമ്പോൾ. അതാണ് ഹിജാസിയായ മ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലൈസയ്ക്ക് വേറെ ഒരു പ്രയോഗം കൂടെ ഉണ്ട്. ലൈസയുടെ കൂടെ ലൈസയുടെ സെക്കൻഡ് പാർട്ടിൽ ബി വരുന്ന ഉദാഹരണമുണ്ട്. ലൈസയുടെ കൂടെ ബി വരും. അപ്പോഴല്ലേ മാടെ അർത്ഥം വരുള്ളൂ, അല്ലാതെ പോരോ? അല്ലാതെയും വരും. ഇങ്ങനെ വരുമ്പോൾ എന്തായിരുന്നാലും എന്താണ്? ലൈസയുടെ അർത്ഥമാണ്. മായുടെ സെക്കൻഡ് പാർട്ടിൽ ബി വന്നാൽ ഉറപ്പായും എന്താണ്? ലൈസയുടെ അർത്ഥമാണ്. അതല്ലാതെയും വരും എന്നാണ് പറയുന്നത്. അപ്പൊ രണ്ട് ഓപ്ഷനിലും ഉണ്ട്. ലൈസയുടെ അർത്ഥത്തിൽ വന്നാൽ മായുടെ സെക്കൻഡ് പാർട്ടിന് നസ്ബ് ഉണ്ടാകും. മായുടെ സെക്കൻഡ് പാർട്ടിന് നസ്ബ് ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത് മാഹാദ ബഷറ എന്ന് പറഞ്ഞില്ലേ? മാഹാദ ബഷറ എന്ന് പറഞ്ഞു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിയെ കണ്ടപ്പോ പെണ്ണുങ്ങൾ എന്താ പറഞ്ഞത്? മാഹാദ ബഷറൻ ഇൻഹാദ ഇല്ലാ മലക്കുൻ കരീം. അല്ലേ? യൂസുഫ് നബി അലൈഹി സ്വലാം, സുലേഖ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ഇന്ന് ആകൃഷ്ടനായ സംഭവങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പൊ എന്ത് ചെയ്തു? പെണ്ണുങ്ങള് പരാതിപ്പെട്ടു. പട്ടണത്തിലെ പെണ്ണുങ്ങള് പരാതിപ്പെട്ടു. ചക്രവർത്തിയുടെ ഭാര്യ എന്ത് ചെയ്തു? അടിമയിൽ ആകൃഷ്ടനായിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ റാവലത്ത് ഇമ്രാത്തുൽ അസീസി തുറാബിദ് ഫതാഹ അൻ നഫ്സിഹ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർക്ക് പെണ്ണുങ്ങളെ വിളിച്ച് സദ്യ നടത്തി സൽക്കാരം നടത്തുകയും അവർക്കെല്ലാവരും ആദ്യത്തെ കുല്ലവാഹിത്തിൽ നിന്ന സിക്കീനൻ, അവർക്ക് ഫ്രൂട്ടും എന്ത് ചെയ്തു? ഫ്രൂട്ടും കത്തിയും കൊടുത്തു മുറിച്ച് തിന്നാൻ വേണ്ടിയുള്ള.
ഫോർക്കും കത്തിയും കൊടുക്കുമല്ലോ, അതേപോലെ കത്തിയും ഫ്രൂട്ടും കൊടുത്തു. അപ്പൊ എല്ലാവരും എന്ത് ചെയ്തു? അറിയാതെ ഫ്രൂട്ടും കത്തിയും കൊണ്ട് കൈ പോലും മറ്റുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞതാണ് ഇൻ ഹാദ ഇല്ലാ മലക്കും കരീം. അപ്പൊ മാ ഹാദ ബശറ എന്നാണ് പറഞ്ഞത്. അതെന്താ? ബഷറൻ, മാ ഹാദ ബഷറൻ എന്നാണ്. അപ്പോൾ അവിടെ നസ്ബ് വരാൻ കാരണം മാ ലൈസിൽ വന്നു എന്നതാണ്. പിന്നെ മായുടെ ബി ചേർന്നതിന്റെ ഉദാഹരണമാണ് ഒമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ എന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഇസ്മു ഫാഇലി ഇസ്മു മഫ്ഊല് മൽ ഹിജാസിയ, ഇതാണ് ഇതിൽ നോട്ട് ചെയ്യുന്ന സംഭവം. അത്രയും ലളിതമായ ഒരു പാഠമാണ് ഇത്. ഇസ്മു ഫാഇലും ഇസ്മു മഫ്ഊലും അണ്ടർസ്റ്റാൻഡ് ഖുർആൻകാർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇൻഷാ അല്ലാഹ് സനഖറഉ ദർസൽ ആൻ. അദ്ദർസുർ റാബിഅ അൽ ബർറാ. ബർറാനെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഒരു സഹാബിയുടെ പേരാണ് ബർറാ എന്ന് പറയുന്നത്. ബർറാ ഇബ്നു ആസിബ് എന്നൊരു സഹാബിയുടെ പേരാണ്. ഹാരിസ് എന്ന് പറയുന്നത് മറ്റൊരു സഹാബിയുടെ പേരാണ്. ഇവിടെ അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്, ഓരോ ആളുടെ പേരായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്തായിരുന്നാലും ബർറാ സഹാബിയുടെ പേരാണ്. ഹാരിസ് എന്നതും സഹാബിയുടെ പേരാണ്. ഹാരിസ് ബിൻ അബി ഹാല. നുരീദു അൻ നഅരിഫ, ബർറാ പറയാണ് നുരീദു അൻ നഅരിഫ നതീജത്തൽ ഇഖ്തിബാർ. നതീജത്തൽ ഇഖ്തിബാർ, ഇഖ്തിബാർ എന്താണ്? പരീക്ഷ. പരീക്ഷ. അപ്പം ഇഖ്തിബാർ എന്ന് പറഞ്ഞാൽ ഇഖ്തബറ, പരീക്ഷിച്ചു. ഇഖ്തിബാറിന്റെ കർത്തൃനാമം എന്തായിരിക്കും? ഇഖ്തബറ. ഇഖ്തലഫ പോലെയാണെങ്കിൽ ഇഖ്തബറ. കർത്തൃനാമം മുഖ്തബിറുൻ, മുഖ്തലിഫ് പോലെ. അത് വേറൊരു കാര്യം പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. മുഖ്തബിറുൻ പരീക്ഷ നടത്തുന്ന ആള്. മുഖ്തബറുൻ മഫ്ഊലും ബിഹി. മഫ്ഊലും ബിഹിയുടെ അർത്ഥത്തില് എന്ത് ചെയ്യും? ഇസ്മു മക്കാൻ ഉപയോഗിക്കും. മഫ്ഊലും ബിഹിയുടെ വസനില് ആ പാറ്റേണിൽ ഇസ്മു മക്കാൻ ഉപയോഗിക്കും. അപ്പോ മുഖ്തബർ എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കപ്പെടുന്നവൻ എന്ന് പറഞ്ഞാൽ പരീക്ഷ എഴുതുന്ന ആള് എന്ന അർത്ഥത്തിലും വരും. അതേപോലെ പരീക്ഷണം നടത്തുന്ന സ്ഥലം, പരീക്ഷ ഹാളിനും പറയും. അതേപോലെ പരീക്ഷണം നടത്തുന്ന സ്ഥലം മുഖ്തബർ, ലബോറട്ടറി. അപ്പൊ നിങ്ങൾക്ക് ലബോറട്ടറി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുഖ്തബർ എന്ന്. മുഖ്തബർ എന്ന ഗതിയിലുണ്ടോ അവിടെ ഗൾഫിൽ ചെന്നാല്? ലബോറട്ടറി. അപ്പൊ ഇവിടെ ഇഖ്തിബാർ നതീജത്ത് എന്താണ്? നതീജത്ത് എന്ന് പറഞ്ഞാൽ ഫലം, റിസൾട്ട്. നതീജത്ത് അതിന്റെ ബഹുവചനമാണ് നതായിജു. നതീജത്തുൻ നതായിജു. ഷഹ്രി എന്താ? മാസാണോ? മാസത്തിൽ ഉണ്ടാകുന്നത് ഷഹ്രി. അപ്പം ഷഹ്രി എന്ന് പറഞ്ഞാൽ മാസികയ്ക്കും ഷഹ്രി എന്ന് പറയാം. ഇവിടെ ഇഖ്തിബാറു ഷഹ്രി എന്ന് പറഞ്ഞാൽ മാസപരീക്ഷ, മാസാന്ത പരീക്ഷ, മന്ത്ലി എക്സാം. യാ ഉസ്താദ്, നുരീദു അൻ നഅരിഫ നതീജത്തൽ ഇഖ്തിബാരി ഷഹ്രി യാ ഉസ്താദ്. You would like to know the result of monthly exam. Ya Ustad. Al-Kharis. Kam rasiban fi faslna ya Ustad? Kam rasiban. എത്ര വിജയികളുണ്ട്? അതോ എത്ര റാസിബ്, പരാജിതരുണ്ട്. അപ്പൊ റസബ പരാജയപ്പെട്ടു. റസബ അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. റസബ എഴുതുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വര ഉണ്ടാവും. പ്രായിടാൻ വേണ്ടി ഇങ്ങനെ മുകളിൽ താഴോട്ട് വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കൊന്നുമില്ല. ഒരു വര മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ചരിച്ചിട്ടുണ്ടാവും. 45 ഡിഗ്രി ചരിച്ച് മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു വരയിട്ട് കഴിഞ്ഞാൽ അത് റായായി. പിന്നെ തലകുത്തനെ ഒരു വരയിട്ടാൽ അലിഫായി. പിന്നെ സീനിന് ഒരു നീളത്തിലൊരു വര, പിന്നെ ബാക്കി കുറച്ച് നീളം കുറഞ്ഞിട്ട് ഒരു വര. ഇപ്പൊ എന്താ അങ്ങനെ പറഞ്ഞു ഉസ്താദെ? അപ്പൊ പറയാൻ കാരണം നമ്മൾ റാസിബ് എന്ന് എഴുതുമ്പോഴേ, ഹാൻഡ് റൈറ്റിംഗ് എഴുതുമ്പോ, ഇപ്പൊ ഞാൻ പല പരീക്ഷയ്ക്കും പോയിട്ട് ഇങ്ങനെ എന്റെ പേപ്പർ കൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഇവർ വളരെ സന്തോഷമായി എഴുതിയിരുന്നതാണ്. നമ്മള് പേപ്പർ വാങ്ങിയിട്ട് ഉടനെ
ഇങ്ങനെ രണ്ട് വര ഇട്ടിട്ട് ഒരു വര നീല്. ഓ അപ്പൊ ഞാൻ കൊണ്ട് കാണിച്ചു ഈ ഫെയിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ അറബിയൊക്കെ പഠിച്ചിട്ട് അവിടെ പോയാലും അവരെഴുതൊന്നും അറിയാൻ പറ്റില്ല. അപ്പൊ വെറും വരയും കുറിയും മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ സീനിനൊന്നും 3 ചുഴിപ്പൊന്നും ഉണ്ടാവില്ല. സീനിന് വേണ്ടി ഒരു നീളത്തിൽ ഒരു വര, ബാക്കി വേണ്ടി കുറച്ച് നീളത്തിൽ ഒരു വര, നമ്മൾക്കാണ് ബാക്കി വേണ്ടി മനസ്സിലാക്കാൻ ചരിച്ചിട്ട് പ്രയാസം ഒരു വര. ഉണ്ടാവുക അല്ലെ? അങ്ങനെ നമ്മളിങ്ങനെ പഠിച്ചവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും അല്ലേ സാറേ? പ്രയാസമായിരിക്കും. അവരെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. ഞാൻ പിന്നെ അവിടെ നിന്ന് എന്താ പറയാ, ഈ കുട്ടികൾ എഴുതി കളഞ്ഞ പേപ്പറുകളുണ്ട് നോട്ട്ബുക്കിൽ, ആ പേപ്പറുകൾ എടുത്ത് വായിച്ചിട്ടാണ് ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയാണെന്ന് പഠിക്കുന്നത്. അല്ല ഹാൻഡ് റൈറ്റിംഗ് പഠിക്കാനുള്ള സംവിധാനം ഇല്ലല്ലോ. ഹാൻഡ് റൈറ്റിംഗ് പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാവും, ഒഫീഷ്യലി പഠിക്കാനുള്ള സംവിധാനം അവിടെ പോയി പഠിക്കണം. അപ്പൊ അത് നടക്കില്ലല്ലോ. നമ്മൾ ഇവിടെ നിന്ന് പ്രിന്റിങ് സ്റ്റൈലും ആ പ്രിന്റിങ് സ്റ്റൈലിലാണ് നമ്മൾ എഴുതി പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവരെഴുതുന്നൊന്നും നമുക്ക് വായിക്കാൻ പറ്റില്ല. അപ്പൊ മാനേജർ മുറി ഇംഗ്ലീഷിലാ പറഞ്ഞത്. ഞാൻ മാനേജർ എഴുതുന്നത് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു. ആർമി ടൈപ്പിസ്റ്റ് ആയിട്ടാണ് അവിടെ പോകുന്നത്. ടൈപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഒരാളും വായിച്ചു തരില്ല. ഞാനവിടെ ചെന്ന് ഫസ്റ്റ് ചെന്ന് ഇറങ്ങിയിട്ട് ആദ്യം ഒരു ടെസ്റ്റ് തരികയാണ്. അപ്പൊ ഞാൻ വ്യാഴാഴ്ചയാണ് ഇറങ്ങുന്നത്. എനിക്ക് ശനിയാഴ്ചയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ വെള്ളിയാഴ്ച ഫ്രീ ആണ്. അവരെ ആൾക്കാർ അവിടുത്തെ അക്കോമഡേഷൻ താമസിക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ കമ്പനിയായി. പക്ഷെ ഇവരാരും എന്ത് ചെയ്യില്ല, വായിച്ചു തരില്ല. ഞാൻ എങ്ങനെയെങ്കിലൊക്കെ തപ്പിട്ടുള്ളതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പൊ കൊണ്ടുവന്നപ്പോൾ ബോസാണ് ആദ്യം ടെസ്റ്റ് നടത്തി, സ്പോൺസർ. ഓൾ റോങ് എന്ന് പറയും, ഓൾ റോങ്. അതിന് അടുത്ത ദിവസം മാനേജർ വേറെ ടെസ്റ്റ് തന്നു, അതും അതിന്റെ അപ്പുറം തന്നെ. അപ്പൊ നമ്മൾ എഴുതുമ്പോഴത്തേക്ക് എഴുതുന്നത് വായിച്ച് ചെയ്യിക്കണം. അപ്പൊ പ്രത്യേകിച്ച് റാസിം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മൾ ഓക്കെ സന്തോഷത്തോടെ എഴുതുന്നാല് അവർ നമ്മളെ ഫെയിലാക്കുന്നതായിരുന്നു സന്തോഷം. കാരണം 2 പ്രാവശ്യം ഫെയിലാക്കി അടുത്ത പ്രാവശ്യം അവരുടെ സ്കൂളിൽ പഠിക്കും, ഞാൻ അവിടെ ഫീസ് കൊടുക്കും. അപ്പൊ ഞാൻ പുറത്തു പോകുന്നവനായതുകൊണ്ട് അവിടെ ടെസ്റ്റ് നടത്തിയാൽ ഫെയിലാക്കിയാൽ 2 പ്രാവശ്യം ഫെയിലാക്കി 3 പ്രാവശ്യം ഫെയിലാക്കി പിന്നെ അവിടെ സ്കൂളിൽ പഠിക്കണം. അപ്പൊ കം റാസിബൻ, എത്ര പേരാണ് കം റാസിബൻ, എത്ര പരാജിതരാണ് ഈ ഫസ്ലിന ഞങ്ങളുടെ ക്ലാസ്സിൽ. അത് മുദരിസ് കുല്ലുക്കും നാജിഹുൻ, എല്ലാരും വിജയിച്ചു. അപ്പൊ റാസിബ് എന്നത് എന്താണ്? ഇസ്മുൽ ഫായിലാണ്. റസബ എന്നതിന്റെ എന്താണ്? ഇസ്മുൽ ഫായിലാണ്. റസബയുടെ മുളാരി എന്ന് പറയുന്നത് യർസുബു എന്നാണ്. റസബ യർസുബു അതിന്റെ ഇസ്മുൽ ഫായിലാണ് റാസിബുൻ, ഫാത്തിഹൻ പോലെ. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്നത് 3 അക്ഷരമുള്ളതാണ്. 3 അക്ഷരമുള്ള സഹിഹായ ക്രിയകളെല്ലാം ഫത്തഹയുടേത് പോലെ തന്നെ വരുള്ളൂ, വേറെ ഒരു മാറ്റം ഉണ്ടാവില്ല. ആദ്യത്തെ 4 ഗ്രൂപ്പിലും ഫത്തഹ പോലെയാണല്ലോ വരിക. ഫാത്തിഹുൻ, ലാരിബുൻ, സാമിഉൻ, നാസിറുൻ എല്ലാം അത് തന്നെയാണ്. ഈ ഫസ്ലായ അവസാനം കുല്ലുക്കും നജഹുൻ. നജഹ എന്താണ്? വിജയിച്ചു. നജഹ വിജയിച്ചു. നാജഹുൻ വിജയിച്ചവൻ. നജഹ യൻജഹു. നജഹ യൻജഹു. കുല്ലുക്കും നാജഹുൻ, all of you are passed. Walhamdulillah, alhamdulillah, everybody has passed. കുല്ലുക്കും നാജഹുൻ. ഇവിടെ കണ്ട ഈ സെന്റൻസിലെ കം റാസിബൻ ഫി ഫസ്ലിന, there is no verb in that sentence. അവിടെ എന്താണ്? ജുംല ഇസ്മിയാണ്. ഇതുകൊണ്ടാണ് പറഞ്ഞത് അല്ലം ആദമൽ അസ്മാ കുല്ലഹ എന്ന് പറഞ്ഞു. മുമ്പത്തേയും പഠിപ്പിച്ച് ഖബറും പഠിപ്പിച്ചു. ഇപ്പൊ എല്ലാ ഇസ്മും പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ നമ്മൾ പറയാം എല്ലാ സാധനത്തിന്റെ പേരെന്നാണ്. നമുക്ക് എങ്ങനെ അറിയാം എല്ലാ സാധനത്തിന്റെ പേരാണ് ആദ്യം പഠിപ്പിച്ചത്?
ഇസ്മും പിന്നെ മുബത്തദയും ഖബറൊക്കെ പഠിപ്പിച്ചോന്നില്ലേ നമുക്ക് തന്നെ അറിയാം. മുബത്തദയും ഖബറും പഠിപ്പിച്ചാലല്ലേ ആദമും ഹവ്വയും തമ്മിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ മുബത്തദയും ഖബറും എല്ലാം പഠിപ്പിച്ചു. കുല്ലുക്കും നാജിഹൻ, അതിന് എന്തില്ല, ഒരു ഫീലും ഇല്ല. ഇപ്പൊ വെള്ളക്കാരൻ പറയും എപ്പോഴും ജുംല ഒരു സെന്റൻസ് ആണെങ്കിൽ അതിന് എന്ത് ചെയ്യണം, ഒരു വെർബ് ഉണ്ടായിരിക്കണം. ഇപ്പൊ ഇവിടെ അതിന്റെ ആവശ്യമില്ല, ഒരു നോമിനൽ സെന്റൻസ് ആണ്, നാമവാക്യങ്ങളാണ്, ജുംല ഇസ്മിയാണ്. ഞാൻ ഒരുപാട് പേര് ഇങ്ങനെ എഴുതുന്നത് കണ്ടിട്ടുണ്ട്. അവർ എന്തെങ്കിലുമൊക്കെ ഷോർട്ട് മെസ്സേജ് ഒക്കെ കൊടുക്കണമെങ്കിൽ അവരിങ്ങനെ ജുംല ഇസ്മിയാണ് എഴുതുന്നത്. അപ്പൊ ടെൻസ് അറിയേണ്ട കാര്യമൊന്നുമില്ല. അതായത് ഏത് ഗ്രാമീണ എന്നും അത് വായിച്ചാൽ മനസ്സിലാവും. ആ രീതിയിലാണ് അവർ എഴുതുന്നത്. ടെൻസ് പ്രസന്റോ ഫ്യൂച്ചറോ എന്നൊക്കെ സ്പെസിഫിക് ആയിട്ട് മനസ്സിലാവണമെങ്കിൽ മാത്രമേ അവർ ടെൻസുള്ള വെർബുള്ള ജില്ല ഫെയിലിയോ ഉപയോഗിക്കുള്ളൂ. ഞാൻ പോകുന്നു, അല്ല ദാഹിബുൻ, ഇബ്രാഹിം നബി അലൈഹി പറയില്ല ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി, ദാഹിബുൻ എന്ന് പറയും. അതേപോലെ കുല്ലുക്കും നാജിഹുൻ വൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, all are passed, all of you are passed. നഹ്നു മസ്റൂറൂൻ, മസ്റൂറൂൻ, മസ്റൂറുൻ. മസ്റൂറുൻ വന്നപ്പോ എന്തായി? മഫ്ഊലും ബിഹി, അല്ല മറ്റേ അതെ ഇസ്മുൽ മഫ്ഊലാണ്. ഇസ്മുൽ മഫ്ഊൽ. ഇസ്മുൽ മഫ്ഊൽ. അപ്പൊ ഇസ്മുൽ ഫാഇൽ എന്തായിരിക്കും അതിന്റെ? സർറ യസുറു അല്ലേ? സർറ യസുറു. സാറുൻ, സാറുൻ, സാറുൻ സന്തോഷവാൻ. മസ്റൂറുൻ സന്തോഷിക്കപ്പെട്ടവൻ. സാറുൻ എന്ന് പറയുമ്പോൾ സ്വയം സന്തോഷിച്ചവൻ. മസ്റൂർ എന്ന് പറഞ്ഞപ്പോൾ വേറൊരാളിനാൽ സന്തോഷഭരിതനായവൻ. മറ്റൊരാളുടെ കാര്യം കൊണ്ട് എന്ത് ചെയ്തു, അയാൾ സന്തോഷവാനായി. മസ്റൂർ അതാണ് ശരിക്കും വരുന്നത്. പക്ഷേ സന്തോഷവാനാണ് എന്ന് ആരെയും ഹാപ്പി എന്ന് ചോദിച്ചാൽ ആണ് മസ്റൂർ എന്ന് പറയും. അപ്പൊ എന്തുകൊണ്ടാണ് സാറുൻ എന്ന് പറഞ്ഞില്ല? യൂസേജിൽ അങ്ങനെയുള്ളത്, കാരണം മസ്റൂർ എന്നാണ് ഉപയോഗിക്കുന്നത്. നഹ്നു മസ്റൂറൂൻ, വി ആർ ഹാപ്പി. ഹൽ മിൻ റാസിബിൻ ഫിൽ ഫുസൂലിൽ ഉഖ്റ, മറ്റു ക്ലാസ്സുകളിൽ എത്ര കുട്ടികളാണ്? കുല്ലുക്കും നാജിഹുൻ വൽഹംദുലില്ലാ വെർബില്ല, നഹ്നു മസ്റൂറൂൻ വെർബില്ല. ഹൽ മിൻ റാസിബിൻ ഫിൽ ഫുസൂലിൽ ഉഖ്റ, അവിടെയും വെർബില്ല. ഹൽ മിൻ റാസിബിൻ, ഏതെങ്കിലും തോറ്റവനുണ്ടോ? മിൻ റാസിബിൻ. അപ്പം റാസിബ് എന്ന് പറഞ്ഞാൽ ഹൽ മിൻ റാസിബിൻ അവിടെ എന്തായിട്ടാണ്? നെക്കിറായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഏതെങ്കിലും ഒരുത്തൻ തോറ്റവനായിട്ടുണ്ടോ. ഫിൽ ഫുസൂലിൽ ഉഖ്റ, ഫുസൂല് മുഅന്നസ് ആയതുകൊണ്ടാണ് ഉഖ്റ, ആഖറിന് പകരം ഉഖ്റ ഉപയോഗിച്ചത്. ആഖറിന്റെ മുഅന്നസ് ആണ് ഉഖ്റ. അല്ലാഹു തആല ഉഖ്റ കാഫിറത്തുൻ, ഉഖ്റ കാഫിറത്തുൻ എന്ന് പറഞ്ഞില്ലേ. മറ്റൊരു സംഘത്തെ കുറിച്ച് പറഞ്ഞത് കാഫിറത്തുൻ, സത്യനിഷേധികളായ സംഘമാണ്. അപ്പൊ അതുപോലെ ഇവിടെ എന്താണ്? ഫിൽ ഫുസൂലി, മറ്റുള്ള ക്ലാസ്സുകളിൽ, ഫിൽ ഫുസൂലിൽ ഉഖ്റ, മറ്റ് ക്ലാസ്സുകളിൽ ആരെങ്കിലും തോറ്റിട്ടുണ്ടോ? നമ്മൾ മലയാളത്തിൽ ശരിയാണെങ്കിൽ ഹൽമിൻ റാസിബിൻ ഫിൽ ഫുസൂലിൽ ഉഖ്റ, മറ്റ് ക്ലാസ്സുകളിൽ തോറ്റവരായ ആരെങ്കിലും ഉണ്ടോ എന്നാണ്. അൽ-മുദരിസ് നാം, യെസ്. ലാകിന്ന റാസിബീന, അപ്പോ അതിന്റെ ബഹുവചനത്തിന് എന്ത് ചെയ്യും? ഊന ചേർത്ത വാക്ക് ഉപയോഗിക്കാം. അത് പല വാക്കുകളും പല രീതിയിലായിരിക്കും വരിക കേട്ടോ. അമലിന് ആമിലൂന, എല്ലാത്തിനും ഊന ചേർത്ത് ബഹുവചനമായിക്കൊള്ളണമെന്നില്ല കേട്ടോ. എല്ലാത്തിനും ഊന ചേർത്ത് ഇവിടെ നഹ്നു മസ്റൂറൂന എന്ന് പറഞ്ഞാൽ അതുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മസ്റൂറുൻ എന്നതിന്റെ ബഹുവചനമാണ് മസ്റൂറൂന. അപ്പൊ ഇസ്മുൽ മഫ്ഊൽ വന്നു, അതിന്റെ ബഹുവചനം ഊന ചേർത്തിട്ട് ഉപയോഗിച്ചു. അതേപോലെ ലാക്കിന്ന റാസിബീന, അപ്പൊ റാസിബിന്റെ ബഹുവചനം റാസിബൂനയാണെന്ന് മനസ്സിലായി. പക്ഷെ ലാക്കിന് ഒന്നുകൊണ്ട് കൊടുത്തിട്ട്
റാഷിദീനാണ്. കാരണം യാ കൊണ്ട് അതെന്താണ് പിന്നീട് സഹോദരിയാണ്. ലാക്കിൻ റാഷിദീന കലീലൂന, അവരെന്താണ് കലീലൂനയാണ്. കലീലൂന എന്ന് പറഞ്ഞാൽ കുറച്ചുള്ളവരാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് പേരാണ്. കലീലിന്റെ ബഹുജനമാണ് കലീലൂന. മൻ കാത്തിബ് ഹാദാ അല സബൂറത്തി, മൻ കാത്തിബ് ഹാദാ അല സബൂറത്തി. ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്. അവര് സംസാരിക്കുമ്പോൾ ഇതേപോലെ ചോദ്യം പറയും. കാരണം എന്താണ്, അവിടെ ഫേലിന്റെ ടെൻസ് ഒന്നും അറിയണ്ട, മാവി മുതാരി ഒന്നും അറിയണ്ട. മാവി മുതാരി അറിയണമെങ്കിൽ ഇപ്പൊ സമിയ പറയണമെങ്കിൽ എന്ത് ചെയ്യണം, അത് മാവിയില് മധ്യത്തെ അക്ഷരം കെസറാണെന്ന് അറിയണ്ടേ, കെസറാണോ ഫത്താണെന്ന് അറിയണ്ടേ, ഫത്തഹ പോലെയാണോ സമിയ പോലെയാണോ അറിയണ്ടേ, കർമ്മ പോലെയാണോ ഹസുന പോലെയാണോ അറിയണ്ടേ. അതേസമയം നസറയാണെങ്കിലും നാസറാണ്, സമിയ ആണെങ്കിലും സാമിയാണ്, അതേപോലെ കർമ്മയാണെങ്കിലും കരീം ഉപയോഗിക്കുന്ന എല്ലാത്തിനും റാസിബ് പോലെ തരും. ഫായില് പോലെ അറബികൾക്ക് അറിയോലോ, അറബികൾക്ക് ഈസി ആവുമല്ലോ, നമുക്കെല്ലാം അറിയാം. അറബികൾക്ക് ഈസി ആണെങ്കിലും നമ്മൾക്ക് എല്ലാം മലയാളം അറിയാമോ? നമ്മളിപ്പം കഥ മതി എന്ന് എഴുതുമ്പോഴത്തേക്ക് ഈ കഥയുടെ ധായിൽ നിന്ന് ഏത് ധായാണെന്ന് അറിയാൻ പറ്റും? അറിയാമല്ലോ. സ്പെല്ലിംഗ് അറിയുന്ന ടീച്ചർ ഇത്രയും വലിയ അഭ്യസ്തവിദ്യ ആയതുകൊണ്ട് ടീച്ചറിന് അറിയാൻ പറ്റും. അതല്ലല്ലോ എല്ലാവരുടെയും കഥ. അതിഥി എഴുതുമ്പോ എത്ര പറഞ്ഞ അറിയുന്നവർക്കും തെറ്റും. അതേപോലെ ഗ്രാമറും എല്ലാവർക്കും തെറ്റും. ഞാൻ പല പൊട്ടത്തരം സൈൻ ബോർഡുകൾ എഴുതിയിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എഴുതുന്നവര് മിക്കവാറും പേര് എഴുത്തുകാരൊക്കെ സിറിയക്കാരും അതേപോലെ ആൾക്കാരൊക്കെ ആയിരിക്കും ഈ അറബി സൈൻ ബോർഡൊക്കെ എഴുതുന്നിടത്തൊക്കെ ഉണ്ടാവുക. സിറിയക്കാര്, അതേപോലെ എന്താ പറയാ ഖുർത്തൂമിലുള്ള സുഡാനികള്, അങ്ങനെയുള്ള സമീപപ്രദേശത്ത് ഉള്ള നമുക്കറിയാലോ ദരിദ്ര രാജ്യങ്ങളിൽ അതിഥി തൊഴിലാളികൾ ഉണ്ടാവുമല്ലോ. അതിഥി തൊഴിലാളികളായ അറബികൾ, എക്സ്പാട്രിയേറ്റ്സ് ആയ അറബികളായിരിക്കും എഴുതുക, ആ ബോർഡുകൾ എഴുതുക. അപ്പൊ എഴുതിപ്പിക്കുന്ന ആരാ? എഴുതിപ്പിക്കുന്നത് അറബികളായിരിക്കും, സൗദികളോ അല്ലെങ്കിൽ അതുപോലൊക്കെ അതിനായിരിക്കും എഴുതിപ്പിക്കുക. മറ്റവരെ കൊണ്ടാണ് എഴുതിപ്പിക്കുന്നത്. എഴുതുന്ന ആൾക്കും അറിയില്ല, എഴുതിപ്പിക്കുന്ന ആൾക്കും അറിയില്ല. അതിനൊക്കെ തെറ്റു വരും. ഞാൻ പറഞ്ഞ ഇതൊന്നും അറിയാതെ തന്നെ നസറ സുറു ആണോ, അതേപോലെ സമിയ യസ് നാണോ, നറമ രിബു ആണോ എന്ന് അറിയാതെ തന്നെ എന്ത് ചെയ്യാം, സാമ വാരിബ് ഇതെല്ലാം ഉപയോഗിക്കാം. അതുകൊണ്ട് എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഉസ്താദിനോട് ചോദിക്കുന്നത് മൻ കാത്തിബ് ഹാദ, ഇത് എഴുതിയത് ആരാണ് എന്നാണ് ചോദ്യം. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മൻ കാത്തിബ് ഹാദ എന്ന് പറഞ്ഞാൽ ഇതിന്റെ എഴുത്തുകാരൻ ആരെന്നാണ് അല്ലേ? കാത്തിബ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ. നമ്മൾ എല്ലാത്തിനും അങ്ങനെ പോകേണ്ട കാര്യമില്ല. മൻ കാത്തിബ് ഹാദ എന്ന് പറഞ്ഞാൽ ഇത് എഴുതിയത് ആരാണ്, ഇവിടെ ഇരുന്ന് ആരാണ് എന്ന് ചോദിക്കുന്നത്. മൻ ജാൽസീന എന്ന് ചോദിച്ചാൽ മതി. മൻ ജൽസ ഹാഹുന എന്ന് ചോദിക്കുന്നത് നിർബന്ധമില്ല. നമ്മൾ മൻ കാന യജ്ലിസു ഹാഹുന എന്നൊക്കെ ആരായിരുന്നു ഇവിടെ ഇരുന്നിരുന്നെന്ന് അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. അപേക്ഷ ഉപയോഗിച്ചാൽ എളുപ്പത്തിൽ പറയാൻ പറ്റും. മൻ കാത്തിബ് ഹാദ അല സബൂറത്തി, സബൂറയിൽ എന്താണ് എഴുതിയത് ആരാണ്? ഹാമിദ് മാനദിരി എന്ന് പറഞ്ഞാൽ വി ഡോണ്ട് നോ. നദിരി എന്ന വാക്ക് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കറിയില്ല. നദിരി ഇൻ അദരി ഖരീബും മാ തുഅദൂന, അതേ വാക്കന്നെ ഇൻ അദരി. അപ്പൊ ഇൻ അദരി എന്നാണ്. ഇവിടെ എന്താണ്? മാ നദിരി ഞങ്ങൾക്കറിയില്ല. വജദ്നാഹു മക്തൂബൻ, വജദ്നാഹു വി ഫൗണ്ട് ഇറ്റ്, വജദ്ന നാം കണ്ടു, അതിനെ മക്തൂബൻ മക്തൂബായിട്ട് കണ്ടു.
എഴുതപ്പെട്ടതായി കണ്ടു. മക്തൂബൻ എഴുതപ്പെട്ടതായിട്ട് കണ്ടു. വജിദനാഹു മക്തൂബൻ അപ്പൊ എന്താണ്? കത്തബയുടെ ഇസ്മു മഫ്ഊൽ മക്തൂബ്. പിന്നെ വജിദനയുടെ രണ്ടാമത്തെ മഫ്ഊലും ബിഹിയാണ്. വജിദനാഹു നാം അതിനെ കണ്ടു, മക്തൂബൻ എഴുതപ്പെട്ടതായി കണ്ടു. ഇൻദമാ ദഖൽന ഇൻദമാ ആ സന്ദർഭത്തിൽ ഇൻദമാ സന്ദർഭത്തിൽ ദഖൽനൽ ഫസ്ല ഇൻദമാ ദഖൽനൽ ഫസ്ല ഞങ്ങൾ ക്ലാസ്സിൽ കയറിയ സമയത്ത് അത് എഴുതപ്പെട്ടതായി ഞങ്ങൾ കണ്ടു. ഇൻദമാ ദഖൽനൽ ഫസ്ല യുത്രഖുൽ ഫസ്ലു മഫ്തൂഹൻ. യുത്രഖുൽ ഫസ്ലു യുത്രഖു എന്താണ്? വിട്ടയക്കപ്പെടും. തറക്ക ഉപേക്ഷിച്ചു, യത്തുറക്കു ഉപേക്ഷിക്കും, യുത്തറക്കു ഉപേക്ഷിക്കപ്പെടും. അൽ ഫസ്ലു ക്ലാസ് ഏതവസ്ഥയിലാണ് ഇവിടെ എന്താണ്? യുത്തറക്കു എന്ന് പറയുന്നത് ഉപേക്ഷിക്കും എന്ന് പറയുന്നത് വിട്ടേച്ച് പോകുമെന്നാണ്. യുത്തറക്കുൽ ഫസ്ലു ക്ലാസ് വിട്ടേച്ച് പോകും, വിടപ്പെടും. മഫ്തൂഹൻ തുറന്നതായ നിലയിൽ. അപ്പൊ ഫത്തഹയുടെ ഇസ്മു മഫ്ഊലായി. മഫ്തൂഹ് തുറക്കപ്പെട്ടതായ നിലയിലാണ് വിട്ടേക്കുന്നത്. അങ്ങനെ തുറന്നാണ് ഇട്ടേക്കുന്നത്. തുറന്നിട്ടേക്കുമെന്ന് പറയുന്നതിന്റെ ഘടനയാണിത്. യുത്രഖുൽ ഫസ്ലു മഫ്തൂഹൻ തുറന്നിട്ടേക്കും. ക്ലാസ് തുറന്നിട്ടേക്കും. ഫയദ്ഖുലുഹു തുല്ലാബു അപ്പോ കുട്ടികൾ കയറും. അപ്പൊ ഇവിടെ സ്റ്റുഡൻസ് എന്ന് പറയാം, സ്റ്റുഡൻസ് കയറും. കാരണം അവിടെ യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡൻസ് ആണുള്ളത്. യദ്ഖുലുഹു അതിൽ പ്രവേശിക്കും. അത്തുല്ലാബു കുട്ടികൾ. മിൻ ജിഹാത്തിൻ ജിഹത്തുൻ ദിക്ക്. ജിഹത്തുൻ ദിക്ക് അതിന്റെ ബഹുവചനമാണ് ജിഹാത്തുൻ. അതെ, സൈഡ്, പാർട്ട്, സെക്ഷൻ, ഡയറക്ഷൻ, ക്വാർട്ടർ എന്നൊക്കെ അർത്ഥത്തില് ജിഹത്തുൻ പറയാം. ജിഹത്തുൻ. തവജ്ജഹ ഇങ്ങോട്ട് തിരിച്ചു, അല്ലെ? വജ്ജഹ തിരിച്ചു, തവജ്ജഹ തിരിഞ്ഞു. അതേപോലെ തന്നെയാണ്, അല്ല ഇത് വേറെ. അതെ, ജിഹത്തുൻ അതിന്ന് വന്നതാകാം ആ തിരിയുന്ന ഭാഗം എന്നർത്ഥം. പിന്നീടാണ് എന്ത് ചെയ്ത് വ്യത്യസ്ത ഭാഗങ്ങൾ എന്നർത്ഥം. ജിഹത്തുൻ ഭാഗം, ജിഹാത്തുൻ ഭാഗങ്ങൾ. മുഖ്തലിഫത്തിൻ. മുഖ്തലിഫ് എന്താണ്? വ്യത്യസ്തമായ, വ്യത്യസ്തമായ, വേരിയസ്. ഫ്രം വേരിയസ് ഡയറക്ഷൻ. കുട്ടികൾ പല സ്ഥലത്തു നിന്നും കയറി വരും. പാർട്സ് ഓഫ് ജിഹാത്തിൻ മുഖ്തലിഫത്തിൻ ഫ്രം വേരിയസ് പാർട്സ് ഓർ വേരിയസ് സൈഡ്സ്. പല സൈഡിൽ നിന്നും കുട്ടികൾ കയറി വരും. അൽ മുദരിസ് മാദാ നഅമലു ഫൽ ഖുഫ്ലു മക്സൂറുൻ. മാദാ നഅമൽ, what we can do. മാദാ നഅമൽ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫൽ ഖുഫ്ലു, ഖുഫ്ൽ എന്താ? ലോക്ക്. ഖുഫ്ലുൻ ലോക്ക്, പൂട്ട്. മക്സൂറുൻ ബ്രോക്കൺ ആണ്, പൂട്ട് പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ എന്തായി? കസറ യക്സിറു അതിന്റെ ഇസ്മു മഫ്ഊലാണ് മക്സൂറുൻ. കസറ യക്സിറുവിന്റെ ഇസ്മു മഫ്ഊലാണ് മക്സൂറുൻ. കാസിറുൻ മക്സൂറുൻ. ഫൽ ഖുഫ്ലു മക്സൂറുൻ, പൂട്ട് പൊളിഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൽ മിൻ ദാഹിബിൻ ഇല സൂഖിൽ യൗമ. ഹൽ മിൻ ദാഹിബിൻ അല്ല, അവിടെയും ടെൻസ് ഇല്ലാതെ തന്നെ, വെർബ് ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാം? സംസാരിക്കാൻ പറ്റും. ഹൽ മിൻ ദാഹിബിൻ എന്താർത്ഥം? ആരെങ്കിലും പോകുന്നവരുണ്ടോ? എനിബഡി ഗോയിങ്
ഇല സൂഖി അല്ലെ? സൂഖിലേക്ക് മാർക്കറ്റിലേക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ലയോ ഇന്ന് അല്ലയോ ടുഡേ എനിബഡി ഗോയിങ് ടു ദ മാർക്കറ്റ് ടുഡേ? യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വലിയ ഏരിയ ആയിരിക്കുമല്ലോ. അപ്പം അടുത്തുള്ള മാർക്കറ്റിലേക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദ്യം. ഗാലിബ്. അപ്പൊ ഗാലിബ് പറഞ്ഞു അന ദാഹിബുൻ ഇൻഷാ അല്ലാഹ്. അന ദാഹിബുൻ. ഓ ഐ ആം ഗോയിങ് എന്ന് പറയുന്നത് എന്ത് പറഞ്ഞാൽ മതി? അന ദാഹിബുൻ എന്ന് പറഞ്ഞാൽ അന അദ്ഹബു എന്ന് പറയുന്ന കാര്യമില്ല. അന ദാഹിബുൻ. അർജു അൻ തശ്തരിയ ഖുഫ്ലൻ ജയ്യിദൻ. അപ്പൊ മുദരിസ് പറഞ്ഞു അർജു, ഞാൻ എന്ത് ചെയ്യുന്നു, ഐ വുഡ് ലൈക്ക്, ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, അൻ തശ്തരിയ. തശ്തരിയ തശ്തരിയ എന്താണ്? വാങ്ങിക്കാൻ. നീ വാങ്ങുന്നതിന്. തശ്തരി നീ വാങ്ങുന്നു. അൻ വന്നുകൊണ്ട് നസ്ബ് ചെയ്തു. അൻ തശ്തരിയ നീ വാങ്ങാൻ. ഖുഫ്ലൻ ജയ്യിദൻ എന്ത് വാങ്ങണം? പുതിയ പൂട്ട് വാങ്ങിക്കും. നല്ല പുതിയതല്ല, ജദീദ് പുതിയത്, ജയ്യിദ് നല്ലത്. ജയ്യിദ് എന്ന് പറഞ്ഞാൽ ഗുഡ്. ഗുഡ്, ജയ്യിദ് ഗുഡ്. മാർക്ക് ഇടുമ്പോഴത്തേക്കും ജയ്യിദ് എന്ന് പറയുന്ന ഒരു 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 എന്താ പറയാ, അതൊരു ഗ്രേഡാണ് ജയ്യിദ്. ആദ്യം മക്ബൂൽ, അക്സെപ്റ്റബിൾ, അതിന്റെ മുകളിലാണ് ജയ്യിദ്, ഗുഡ്. അതിന്റെ മുകളിൽ ജയ്യിദ് ജിദ്ദൻ വരും, വെരി ഗുഡ്. അതിന്റെ മുകളിൽ മുംതാസ്, എക്സലന്റ്. അതിന്റെ മുകളിൽ മുംതാസ് ജിദ്ദൻ ഉണ്ടാവും. നല്ല എക്സലന്റ് ആണ്. അങ്ങനെ പോകും ഗ്രേഡുകൾ. ഗാലിബ് ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ഞാൻ വാങ്ങാം. അൽ മുദരിസ് ഇഖ്റഅൽ ആയത്തുൽ വാരിദത ഫി ദർസ് യാ ആരിഫ്. ഇഖ്റഅൽ ആയത്തുൽ വാരിദത. അപ്പൊ വാരിദത്ത് എന്താണ്? ഇസ്മു ഫായിലാണോ ഇസ്മു മഫ്ഊലാണോ അല്ല വേറെ എന്തെങ്കിലും ആണോ? വറദ എന്നുള്ളതിന്റെ വറദന്റെ ഇസ്മു ഫായിലാണ് വാരിദുൻ. അതിന്റെ മുഅന്നസ് ആണ് വാരിദത്തുൻ. ആയത്തെ ആയതുകൊണ്ടാണ് വാരിദത്ത് എന്ന് പറഞ്ഞത്. വാരിദ് അൽ ആയത്തിൽ വാരിദത്ത. വറദ എന്ന് പറഞ്ഞാൽ വന്നു. ഫലമ്മ വറദ മാ മദിയന, സൂറത്തുൽ ഖസസിൽ വെള്ളത്തിന്റെ അടുത്ത്, മദിയനിലെ വെള്ളത്തിന്റെ അടുത്ത് അദ്ദേഹം എത്തിയപ്പോൾ, ഇവിടെ ആയത്തിൽ വാരിദത്ത ഫി ദർസി, പാഠത്തിൽ വന്നിട്ടുള്ള ആയത്തുകൾ വായിക്കൂ. ആയത്തൊന്ന് വായിക്കൂ. യാ ആരിഫ്. ആരിഫ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം والسارق والسارقة فاقطعوا أيديهما جزاء بما كسبا. السارق والسارقة എന്തായി? സറക്ക. സറക്കയുടെ ഇസ്മു ഫായിലാണ് എന്ത്? സറക്ക യസ്രിഖു. സറക്ക യസ്രിഖു. അപ്പൊ സറക്കയുമുണ്ട് ഖുറാനില്, സറക്കയുണ്ട്, യസ്രിഖുണ്ട്, സാരിഖുണ്ട് ഖുറാനിൽ. ഈ യസ്രിഖ് ഫഖദ് സറക്ക അഖുൻ ലഹു മിൻ ഖബ്ലു എന്ന് സൂറത്ത് യൂസുഫിൽ കാണാം. പിന്നെ വസ്സാരിഖ് വസ്സാരിഖത്ത് ഇവിടെ അൽ-മാഇദയിൽ. സാരിഖ്, സാരിഖിന്റെ ഇസ്മു ഫായിലിന്റെ മുഅന്നസ് ആണ് സാരിഖത്ത്. അപ്പൊ ഇസ്മു ഫായിലിന്റെയും ഇസ്മു മഫ്ഊലിന്റെയും മുദക്കർ മുഫ്രദ് ഉണ്ടാകും, അതിന്റെ ഏകവചനം ഉണ്ടാകും, അതിന്റെ ബഹുവചനം ഉണ്ടാകും, അതേപോലെ അതിന്റെ പുല്ലിംഗം ഉണ്ടാകും, സ്ത്രീലിംഗം ഉണ്ടാകും. ഇതിലേക്ക് മാറ്റത്തോടുകൂടി ഉപയോഗിക്കാം. ഇസ്മു ഫായിൽ ഉണ്ടാക്കാനാണ് ആദ്യം പഠിക്കേണ്ടത്. അതേപോലെ ഇസ്മു മഫ്ഊൽ ഉണ്ടാക്കാനും പഠിക്കുക. പിന്നീട് അതിന്റെ പുല്ലിംഗത്തിന് സ്ത്രീലിംഗമാക്കാനും പിന്നെ ബഹുവചനം ഉണ്ടാക്കാനൊക്കെ എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്. ഫഖ്തഉ. ഖതഅ എന്താണ്? ഖതഅ മുറിച്ചു. ഫഖ്തഉ മുറിക്കൂ, നിങ്ങൾ മുറിക്കൂ. ഐദിയഹുമാ രണ്ട് കൈകളും. അവരുടെ രണ്ട് പേരുടെ കൈ. രണ്ട് പേരുടെയും കൈകൾ.
ഐദി എന്നാണ് കേട്ടോ. യദിന്റെ ബഹുവചനം ഐദിൻ. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. യദിന്റെ ബഹുവചനം ഐദിൻ എന്ന് വരുന്നു. പിന്നീട് അതിന് നെസ്ബ് വരുമ്പോൾ അതിന്റെ ഐദിൻ എന്നിടത്ത് പോയ യാ തിരിച്ചു വരും. അപ്പോ ഐദിയ എന്ന് വരും. അല്ലെങ്കിൽ അൽ വരുമ്പോഴും അൽ ഐദി എന്നാണ് വരിക. അൽ ഐദി. അൽ ഐദി എന്ന് എവിടെയെങ്കിലും ഖുർആനിൽ വായിച്ചിട്ടുണ്ടോ? ഉലുൽ ഐദി വൽ അബ്സാർ എന്നൊരു സ്ഥലത്തുണ്ട്. അപ്പോ അൽ വരുമ്പോൾ അൽ ഐദി എന്ന് വരും. പിന്നെ നെസ്ബ് വരുമ്പോൾ ഐദിയ എന്നും വരും. അപ്പൊ ഇവിടെ അങ്ങനെയാണ്. ഐദിയ ഹുമ, അവരെ രണ്ടുപേരുടെയും കൈകൾ മുറിക്കുക. ജസാഅൻ ബിമാ കസബ, ജസാഅൻ പ്രതിഫലമായിക്കൊണ്ട്. ബിമാ കസബ, അപ്പൊ കസബയുടെ ദ്വിവചനം കേട്ടോ. ദ്വിവചനം പഠിക്കാത്തവർ ഓർമ്മിച്ചു. കസബ കസബ. അപ്പൊ നമ്മൾ ദ്വിവചനം പറയുമ്പോൾ ഏകവചനം പറയുമ്പോൾ ഒരെണ്ണമില്ല. കസബ കസബ, രണ്ട് പേരില്. ബഹുവചനം വരുമ്പോൾ 3 പേരിൽ. കസബ കസബ കസബു. ജസാഅൻ ബിമാ കസബ, അവർ രണ്ടുപേരും ചെയ്തതിന്റെ പ്രതിഫലമായിക്കൊണ്ട്. അൽ മുദരിസ് മാഷാ അല്ലാഹ് ഇന്നക ഖാരിഉൻ ജയ്യിദുൻ ലം അസ്മഅക തഖറഉൽ ഖുർആന മിൻ ഖബൽ അഹാഫിദുൻ അൻത. അപ്പൊ മുദരിസ് ചോദിക്കുകയാണ്, മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് ഇന്നക ഖാരിഉൻ ജയ്യിദുൻ, നീ ഒരു നല്ല ഖാരി ആണ്. നമ്മളെന്താ പഠിച്ചിവിടെ? ഖാരിഉൻ എന്ന് പറയുമ്പോൾ റഅയുടെ ഇസ്മു ഫാഇലാണ് ഖാരിഉൻ. ഖാരിഉൻ ഖറഅ വായിച്ചു, ഖാരിഉൻ വായിക്കുന്നവൻ, പാരായണം ചെയ്യുന്നവൻ. പിന്നെ അതിന്റെ ടെക്നിക്കലി വരുമ്പോഴാണ് പാരായണ വിദഗ്ധൻ എന്ന അർത്ഥം വരുന്നത്. ഖാരിഉൻ ജയ്യിദുൻ, ഒരു നല്ല പാരായണ വിദഗ്ധനാണല്ലോ നീ. ലം അസ്മഅക, ലം വന്നുകൊണ്ട് ലം അസ്മഅക, ഞാൻ നിന്നെ കേട്ടിട്ടില്ല. തഖറഉൽ ഖുർആന, ഖുർആൻ വായിക്കുന്നതായി, ഖുർആൻ പാരായണം ചെയ്യുന്നതായി. മിൻ ഖബ്ലു, മുമ്പ്, നീ മുമ്പ് ഖുർആൻ പാരായണം ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്നാണ്. അപ്പൊ ഇവിടെ അറബി പറയുമ്പോൾ ഈ ശൈലിയാണ് ഉപയോഗിക്കുന്നത്. ലം അസ്മഅക തഖറഉൽ ഖുർആന മിൻ ഖബ്ലു ഹാഫിദുൻ അൻത, നീ ഒരു ഹാഫിളാണോ? ഖുർആൻ മനഃപ്പാടമാക്കിയ ആളാണോ? നഅം യാ അൽ മുദരിസ് ما أنا بغافل أما تعمل يا منصور. ഇവിടെ നിർത്തണോ? അതല്ലേ പാഠം മുഴുവൻ എടുക്കണോ? ഇതിനുള്ള പുതിയതായിട്ടൊന്നും പഠിക്കാനുണ്ട് സംഭവം. ഇനി വരാൻ പോകുന്ന മാ അന ബിഗാഫിലിൻ, പുതിയ നേരത്തെ പറഞ്ഞ മാൽ ഹിജാസിയ, ഇതുവരെ പഠിച്ച ഇസ്മു ഫായിലും ഇസ്മു മഫ്ഊലും. പക്ഷെ ഇവിടെ ഗാഫിലുണ്ട്. ഗാഫിൽ ഇസ്മു ഫായിലാണ്. വമല്ലാഹു ബിഗാഫിലിൻ എന്ന് പറഞ്ഞ പോലെ മാ അന ബിഗാഫിലിൻ. ഗാഫിൽ എന്താണ്? അശ്രദ്ധനല്ലേ? അശ്രദ്ധൻ. ഗഫല. ودخل المدينة على حين غفلة من أهلها. غافل وما الله بغافل. لو تغفلون عن أسلحتكم وأمتعتكم. എവിടെ പഠിച്ചു നമ്മള്? النساء പഠിച്ചു. ود الذين كفروا لو تغفلون عن أسلحتكم وأمتعتكم. സത്യനിഷേധികൾ നിങ്ങളുടെ ചരക്കുകളിൽ നിന്നും നിങ്ങളുടെ ആയുധങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ്, അശ്രദ്ധരാകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ചരക്കും ആയുധങ്ങളൊക്കെ ശ്രദ്ധിച്ചോളണം, കയ്യിലെടുത്തോളണം എന്നാ പറഞ്ഞത്. നമസ്കരിക്കുന്ന സമയത്ത് പോലും നിസാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഗാഫിൽ അശ്രദ്ധൻ, മഅന ബിഗാഫിലിൻ. അപ്പൊ ഗാഫിലുൻ അശ്രദ്ധൻ, മഗ്ഫൂലുൻ അശ്രദ്ധമാക്കപ്പെട്ടത്. അമ്മാ തഅമൽ, നീ ചെയ്യുന്നതിനെ കുറിച്ച്. അപ്പൊ മഅന ബിഗാഫിലിൻ. അപ്പൊ മഅന ബി വന്നപ്പോ എന്തായി? മൽ ഹിജാസിയായി. ഹിജാസിയായ മായുടെ പ്രയോഗത്തിൽ ഒന്ന് ബി ചേർന്നതാണ്. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. മഅന ബിഗാഫിലിൻ. അപ്പൊ മഅന എന്നത്
അതിന്റെ ആന അതായത് എന്താണ് ഫസ്റ്റ് പാർട്ടും ആന എന്നത് ഫസ്റ്റ് പാർട്ടും ബി ഗാഫിലും സെക്കൻഡ് പാർട്ടും. അത് നമ്മൾ ഒരുപാട് ചിന്തിക്കാനില്ല അതില്. അല്ല ഉസ്താദ്, മാ ബി വരുന്നതാണോ? മാ ബി ആനെ അല്ല തന്നെ. മാ ബി വരും. ബി എവിടെയാ വരുന്നത്? സെക്കൻഡ് പാർട്ടിലാണ് വരുന്നത്. ഖബറിലാണ് ബി വരുന്നത്. മാന ബി ഗാഫിലും. പ്രത്യേകം ശ്രദ്ധിക്കണം. മാ ബി എന്ന് പറയുന്നത് വേറെ ഉണ്ട്. മായുടെ അടുത്ത് ബി വരുന്നത് വേറെ ഉണ്ട്. അതാണോ ചോദിച്ചത് ഞാൻ? അതല്ല. മായുടെ അടുത്ത് ബി വരുന്നതല്ല. മാ ബി എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിപ്പിച്ചത് മായുടെ സെക്കൻഡ് പാർട്ടിലാണ് ബി വരുന്നത്. മായുടെ ഫസ്റ്റ് പാർട്ടിൽ മായൊക്കെ ചേർന്ന ഒരു കാര്യം പറയും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ടിലാണ് ബി വരുന്നത്. മാന ബി ഗാഫിലിൻ, ഞാൻ അശ്രദ്ധനല്ല. അമ്മാ തഅമലു, നീ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച്. യാ മൻസൂർ, മൻസൂർ. അർജു അൻ തസ്മഹ ലി ബിൽ ഖുറൂജി ഫഇന്നി ഉരീദു അൻ നദ്ഹബ ഇലൽ നാസിഖ്. എന്താ? അർജുൻ തസ്മഹലി. തസ്മഹ എന്ന് പറഞ്ഞാൽ എന്താ? നീ അനുവദിക്കാൻ. അല്ല, സമഹ, പെർമിഷൻ നൽകാൻ. അർജു അൻ തസ്മഹലി, എനിക്ക് പെർമിഷൻ നൽകാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. എന്തിന്? ബിൽ ഖുറൂജിന് വേണ്ടി, പുറത്തു പോകാൻ വേണ്ടി. ഇന്നി ഉരീദു, എന്തുകൊണ്ടെന്നാൽ ഇന്നി ഉരീദു, ഞാൻ ആഗ്രഹിക്കുന്നു. അൻ അദ്ഹബ, പോകാൻ. ഇലൻ നാസിഖി. നാസിഖ് ആരാണ്? നസഹ എന്ന് പറഞ്ഞാല് കോപ്പി എടുത്തു എന്നാണ് നസഹ. പക്ഷെ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ടൈപ്പിസ്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. അയാൾ ടൈപ്പ് ചെയ്ത് കോപ്പി എടുക്കുന്ന അർത്ഥത്തിലാണ് നസഹ എന്ന് പറയുന്നത്. നാസിഖ്. ടൈപ്പിസ്റ്റ് ശരിക്കും കാത്തിബ് ആലി എന്നാണ് പറയുന്നത്. കാത്തിബ്, ടൈപ്പിസ്റ്റ് അല്ല. തബ്ബാ എന്നും പറയും. തബാ, പ്രിന്റ് ചെയ്തു, തബ്ബാ എന്നും പറയും. നാസിഖിന് ഇവിടെ കൊടുത്തിരിക്കുന്നത് ടൈപ്പിസ്റ്റ് എന്നാണ്. ആ അർത്ഥത്തിലായിരിക്കും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിത് ഈ ഡോക്യുമെന്റ് കോപ്പി എടുക്കുന്നതിന് പല ഇതുണ്ടല്ലോ. നുസ്ഖത്ത് എന്ന് പറഞ്ഞാൽ കോപ്പി എന്നാണ്. നസഹ എന്ന് പറഞ്ഞാൽ കോപ്പി ചെയ്തു. നാസിഖ് എന്ന് പറഞ്ഞാൽ ഇതിനെ മറ്റൊന്ന് തരത്തിലേക്ക് ആക്കിയ അർത്ഥത്തിലാണ് ടൈപ്പിസ്റ്റ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ മലയാളത്തിൽ എന്തോ പറയുമല്ലോ. മലയാളത്തിൽ കൊടുത്തിട്ട് ആ സാധനത്തിന് അതിന്റെ മറ്റൊരു പ്രതി എടുക്കുന്നതിന് കയ്യെഴുത്ത് പ്രതി എന്നല്ല നമ്മൾ കയ്യെഴുത്ത് പ്രതി എടുക്കുന്നു. അതേപോലെ ഒരു വാക്കുണ്ട്. പകർപ്പ്. പകർപ്പ്. ആ പകർപ്പെടുക്കുക എന്നുള്ളതിന്റെ അർത്ഥത്തിലാണ്. ഇതിനിപ്പം ടൈപ്പ് ചെയ്ത് പകർപ്പെടുക്കുക എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ടെക്സ്റ്റിൽ ഇവിടെ ഇംഗ്ലീഷ് ടെക്സ്റ്റിൽ മീനിങ് കൊടുത്തിരിക്കുന്ന ടൈപ്പിസ്റ്റ് എന്നാണ് നാസിഖ്. നസഖ ഇന്നാ കുന്ന നസ്തൻസിഖു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മാക്കുന്തും, അതായത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, കോപ്പി എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയും. അതേപോലെയാണ് നസഖ എന്ന് പറഞ്ഞാൽ, നുസ്ഖത്ത് എന്ന് പറഞ്ഞാൽ കോപ്പി. ഇപ്പൊ നമ്മള് കോപ്പി എടുക്കാൻ വെച്ചാൽ നുസ്ഖ വേണം, നുസ്ഖാന്ന് ചോദിക്കും, എത്ര കോപ്പി വേണമെന്ന് ചോദിക്കും. അപ്പൊ എന്തായിരുന്നാലും ഇവിടെ ടൈപ്പിസ്റ്റിന്റെ അടുത്ത് അല്ലെങ്കിൽ പകർപ്പെടുക്കുന്ന ആളുടെ അടുത്ത് ഞാൻ പോവുകയാണ്. I don't allow you for that. ഞാൻ നിനക്ക് അതിന് അനുമതി നൽകുകയില്ല. അലാ താരിഫ് അന്നൽ ഖുറൂജ ഫി അസ്നാഇ ദർസി മംനൂഉൻ. അലാ താരിഫ്, ഡോണ്ട് യു നോ, അലാ താരിഫ്, നീ അറിയില്ലേ, നിനക്കറിയില്ലേ, അന്നൽ ഖുറൂജ, പുറത്തു പോകൽ, ഫി അസ്നാഇ ദർസി, അസ്നാ മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അസ്നാ
ഡ്യൂറിങ്, അതിനിടയിൽ എന്ന അർത്ഥത്തിലാണ് അസ്ന ഉപയോഗിക്കുന്നത്. അസ്ന ഫി അസ്ന ദർസി, ക്ലാസിന്റെ സമയത്ത് ക്ലാസ് നടന്നുകൊണ്ടിരിക്കെ എന്ന അർത്ഥത്തിലാണ് അസ്ന ഉപയോഗിക്കുന്നത്. ഫി അസ്ന ദർസി മംനുഉൻ ഈസ് പ്രൊഹിബിറ്റഡ് ആണ് എന്ന് നിനക്ക് അറിയില്ലേ? മംനു ആണ്. അപ്പൊ മംനു എന്താ പഠിച്ചത് നമ്മള്? മനാ തടഞ്ഞു, മാനിയൻ തടയുന്നവൻ. അപ്പൊ മാനിയാണ് ഇസ്മുൽ ഫാഇല്, മംനു ഇസ്മു മഫ്ഊലാണ്. തടയപ്പെട്ടിരിക്കുന്നു. തടയപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതേപോലെ നാസിഖ്, നസഖ കോപ്പി എടുത്തു, നാസിഖ് കോപ്പി എടുക്കുന്നവൻ. നാസിഖിന്റെ ബഹുവചനം കൊടുത്തിരിക്കുന്നത് നുസാഖാണ്. ഇതൊക്കെ പ്രയോഗത്തിലുള്ള ബഹുവചനങ്ങളാണ്. നുസാഖ്. കാത്തിബിന് കുത്താബ് എന്ന് പറയും, കാത്തിബിന് ഉപയോഗിക്കും. അപ്പൊ നാസിഖ് ഇസ്മു ഫായിലായിട്ട് വന്നതാണ്. لا أسمح لك بذلك، ألا تعرف أن الخروج في أثناء الدرس ممنوع؟ منع اسم مفعول. منصور أنا آسف يا أستاذ. آسف لكذا، آسف to be sorry. أسف يأسف، أسف يأسف بالكتو. أسف يأسف هذا اسم فاعلان. آسف بالكتو. I am sorry എന്ന് പറയുന്ന അർത്ഥത്തിലാണ് യാ ഉസ്താദ്. പക്ഷെ ഇവിടെ ആസിഫ് എന്നുള്ള എന്താണ്? ഇസ്മു ഫാഇലാണെന്ന് മനസ്സിലാക്കുക. അത്തദ്കുറു ഹദീസ് അൽ വാരിദത്ത് ഫി ദർസ് സാബിഖ്. അത്തദ്കുറു എന്നർത്ഥം ഡു യു റിമെമ്പർ, ഡു യു റിമെമ്പർ. അത്തദ്കുറു നീ ഓർമ്മിക്കുന്നുണ്ടോ? അൽ ഹദീസ് അൽ വാരിദ വന്നിട്ടുള്ള ഹദീസ്. നേരത്തെ വാരിദത്ത് വന്നു. വാരിദത്ത് എന്തായിരുന്നു? ആയത്തുൽ വാരിദത്തുണ്ടായിരുന്നു. ആയത്തായതുകൊണ്ട് വാരിദത്ത് വന്നു. ഇവിടെ ഹദീസ് ആയതുകൊണ്ട് വാരിദ്. ഫി ദർസി അസ്സാബിഖ്, സബഖ മുൻകടന്നു, മുന്നേ വന്നു പോയിട്ടുള്ള കടന്നു പോയ ക്ലാസ്സിലെ, കഴിഞ്ഞുപോയ നമ്മൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിലെ, ലാസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ വന്ന ഹദീസ് നിനക്ക് ഓർമ്മയുണ്ടോ എന്നാണ് ചോദ്യം. അപ്പൊ എന്താണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്? വാരിദ് നമ്മൾ നേരത്തെ വന്നു. ഇവിടെ സാബിഖാണ്. സബഖ യസ്ബിഖു, സാബിഖുൻ, സബഖ മുൻകടന്നു, സാബിഖുൻ മുൻകടന്നവൻ. ദർസ് സാബിഖ്, സബഖ യസ്ബിഖു കേട്ടോ. ഞാൻ عن سهل بن سعد عن النبي صلى الله عليه وسلم قال. സഹൽ ബിൻ സഅദ് എന്ന സഹാബിയിൽ നിന്നും നിവേദനം ചെയ്യുകയാണ്. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അദ്ദേഹം നിവേദനം ചെയ്യുന്നു. ഖാൽ പറഞ്ഞു. ആര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ വേറെ ഒരു ശൈലിയാണ്. നേരത്തെ നമ്മൾ വേറെ ഒരു ശൈലിയാണ് പഠിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ്? മറ്റൊരു ശൈലിയാണ്. അൻ പറഞ്ഞുകൊണ്ട് സഹൽ ബിൻ സഅദ് എന്ന് പറഞ്ഞാൽ ഈ സഹൽ ബിൻ സഅദ് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കേട്ട സഹാബി, റിപ്പോർട്ടർ അല്ല സഹാബി. അനിൻ നബി, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് ഹദീസിന്റെ ഒരു റിപ്പോർട്ടിംഗ് സ്റ്റൈല്. ഖാല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹകദ, ഹകദ കേട്ടോ. അന ഞാനും, കാഫിലുൽ യതീമി, കഫല യക്ഫുലു, കഫല യക്ഫുലു, യക്ഫുലു വന്നിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? ഖുർആനിൽ വായിച്ചിട്ടുണ്ടോ? യക്ഫുലു, യക്ഫുലു കഫലഹ സക്കരിയ പറഞ്ഞതുപോലെ യക്ഫുലു മറിയമ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എന്റെ ഓർമ്മ. മറിയമിനെ ഏറ്റെടുത്ത കാര്യം പറയുമ്പോ യക്ഫുലു വന്നിട്ടില്ലേ? ഇതായിരുന്നാലും കഫല വന്നിട്ടുണ്ട്. അപ്പം കഫല യക്ഫുലു എന്തൊരു സ്പോൺസർ ആക്കി, ഉത്തരവാദിത്വം ഏറ്റെടുത്തു.
ഉത്തരവാദിത്വം ഏറ്റെടുത്തു. കഫല, കഫീൽ അറിയാമോ? കഫീൽ, കഫീൽ ഖാൻ ഇല്ലേ? കഫീൽ ഖാനെ കേട്ടിട്ടുണ്ടോ? അത് ഓക്സിജൻ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ്. സെക്യൂരിറ്റി അല്ല, ആണോ? അത് സെക്യൂരിറ്റി. ഡോക്ടർ. അത് തന്നെ. കുട്ടികൾക്ക് ലുക്മാൻ സാഹിബ് ഉണ്ടല്ലോ ഇവിടെ. കുട്ടികൾക്ക് ഓക്സിജൻ കൊടുത്തല്ലോ അടുത്ത കാരണമായി അറസ്റ്റ് ചെയ്യപ്പെട്ട ഡോക്ടർ വേറെ ഏതോ ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് ഓക്സിജൻ കൊണ്ടുവന്ന് കൊടുത്തു കുട്ടികൾക്ക്. അപ്പം അതാണ് കഫീൽ ഖാൻ. കഫീൽ എന്ന് പറഞ്ഞാൽ സ്പോൺസർ എന്നാണ് ടെക്നിക്കൽ വാക്ക് കേട്ടോ. കഫീൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തവൻ എന്നാണ് അർത്ഥം. അപ്പൊ മിഡിൽ ഈസ്റ്റിലെ സമയത്തോളം മിഡിൽ ഈസ്റ്റിൽ നിന്നും ഇന്ന് പുറത്ത് എക്സ്പാട്രിയേറ്റ് ആയിട്ടുള്ള ആള് അവിടെ വരുമ്പോൾ അവിടെ എന്താണ് ഒരാള് അയാളെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അയാളെ ഉത്തരവാദിത്വത്തിലേ വരാൻ പറ്റുള്ളൂ. അതിനാണ് കഫീൽ എന്ന് പറയുന്നത്. അങ്ങനെയായിരുന്നു അന്നത്തെ നിയമം. ഇപ്പൊ നിങ്ങൾക്ക് നിയമങ്ങളൊക്കെ മാറി. അപ്പൊ ആ അർത്ഥത്തിൽ പിന്നെ അതാണ് പറയാ ടെക്നിക്കൽ വാദം. ഇവിടെ എന്താണ്? ഇവിടെ കഫല യക്ഫുലു എന്ന് പറഞ്ഞാല് ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അതിന് കാഫിൽ യത്തീമി, ഞാനും യത്തീമിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവനും ഫിൽ ജന്നത്തി, സ്വർഗത്തിൽ എങ്ങനെയായിരിക്കും? ഹക്കദ, ഇങ്ങനെയായിരിക്കും. അഷാറ ബിസ് ശബാബത്തി, ശബാബത്ത് എന്ന് പറഞ്ഞാല് ചൂണ്ടുവരല്. ശബാബത്ത് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും കേട്ടോ. ഈ തശഹുദ് പറയുമ്പോൾ ശബാബത്ത് അനക്കണം എന്ന് പറഞ്ഞു അല്ലേ? തശഹുദ് പറയുമ്പോൾ ശബാബത്ത് ഉയർത്തിയ കാര്യം പറയുന്നുണ്ട്. അപ്പൊ അതാണ് ശബാബത്ത്, ചൂണ്ടുവരല്. ഉസ്ത എന്ന് പറഞ്ഞാല് നടുവരല്, നടുവരല്, നടുവരല്. അപ്പൊ ശബാബത്തിന്റെ അടുത്തുള്ള വരലാണ് ഉസ്ത. അപ്പം നമ്മള് പിന്നെ ഉസ്ത എന്ന് പറഞ്ഞാൽ സാധനം മധ്യത്തുള്ളത് എന്നാ അർത്ഥമുള്ളൂ. ശബാബത്തിന്റെ കൂടെ ഉസ്ത വന്നു കഴിഞ്ഞാല് ശബാബത്ത് ചൂണ്ടുവരലാണ്, അതിന്റെ കൂടെ ഉസ്ത വന്നാൽ നടുവരല്. അപ്പൊ അഷാറ, അദ്ദേഹം, അഷാറ എന്ന് പറഞ്ഞാൽ ചൂണ്ടി കേട്ടോ, ഇൻഡിക്കേറ്റ് കൊടുത്തു എന്നാണ് അഷാറ, സൂചന നൽകുന്നത്. അതിന്നാണ് ഇഷാറത്തിൽ വന്നത്, സൂചന നൽകൽ. അങ്ങനെയാണ് സിഗ്നൽ എന്ന അർത്ഥം വന്നത്. അഷാറ. അപ്പം എന്ത് ചെയ്തു? അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ശബാബത്തി, ചൂണ്ടുവരലും, വൽ വുസ്ത, മധ്യവരലും കൂടെ ചേർത്തിട്ട് ഫറജ ബൈനഹുമ, അവയ്ക്കിടയിൽ എന്ത് ചെയ്തു? അല്പം വിടർത്തി. ഞാനും എന്നിട്ട് പറഞ്ഞു, ഞാനും അന കാഫിൽ എത്തീമി ഫിൽ ജന്നത്തി ആക്കണം, ഞാനും എത്തീമിനെ അന്വേഷിക്കുന്നവനും സ്വർഗത്തിൽ ഇങ്ങനെ ആയിരിക്കും, ഇത്ര അടുത്തായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫറജ, ഫറജ മീൻസ് വിടവുണ്ടാക്കി. ഫറജ, വിടവുണ്ടാക്കി. ബൈനഹുമ, അവയ്ക്കിടയിൽ, ആ രണ്ടിനും ഇടയിൽ. മുത്തഫഖുൻ അലൈഹി, മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ ഇത്തഫഖ അലാ സിഹ്ഹതിഹി, ഇത്തഫഖ അൽ ബുഖാരിയു വ മുസ്ലിം കേട്ടോ. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഈ ഹദീസ് സഹീഹാണ് എന്ന കാര്യത്തിൽ അവർ യോജിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞ ടെക്നിക്കൽ വാക്കാണ്, ഹദീസിന്റെ ടെക്നിക്കൽ വാക്കാണ് മുത്തഫഖുൻ അലൈഹി എന്നത്. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരിയും അതേപോലെ ഇമാം മുസ്ലിമും ഈ ഹദീസ് ശരിയാണ് എന്ന് ചെയ്തിരിക്കുന്നു, ഏകോപിച്ച് അഭിപ്രായപ്പെട്ടിരിക്കുന്നു എന്ന അർത്ഥം. മുത്തഫഖുൻ, മുത്തഫഖുൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതെന്താണ്? ഇസ്മു ഫായിലാണോ ഇസ്മു മഫ്ഊലാണോ? ഇസ്മു മഫ്ഊലാണ്. ഇത്തഫഖ യത്തഫിഖു, മുത്തഫിഖുൻ യോജിച്ചവൻ, മുത്തഫഖുൻ യോജിക്കപ്പെട്ടത്. ഹാദൽ ഹദീസു മുത്തഫഖുൻ, ഈ ഹദീസ് എന്ന് പറയുന്നത് ഏകോപിതമാണ്. മുത്തഫഖുൻ അലൈഹി, അഭിപ്രായ രണ്ടുപേരും ഏകോപിച്ച് അഭിപ്രായപ്പെട്ടിരിക്കുന്നതാണ് എന്ന അർത്ഥത്തിലാണ് മുത്തഫഖുൻ അലൈഹി എന്ന് ഉപയോഗിക്കുന്നത്. അൽ മുദരിസ്, അഹ്സൻത യാ മൻസൂർ, വെൽ ഡൺ, നീ പറഞ്ഞത് നന്നായിട്ടുണ്ട്. അർജു അൻ തകൂന സാമിഅൻ ലിദ്ദർസി വഫാഹിമൻ ലഹു. മൻസൂർ, മൻസൂറിന് എന്താണ് പറ്റിയത്? മൻസൂറിന് നേരത്തെ അയാൾ എന്തോ കുറ്റം പറഞ്ഞിട്ടാണല്ലോ മൻസൂറിനെ കൊണ്ട് കാര്യം പറഞ്ഞിരിക്കുന്നത്. മൻസൂർ ചെയ്യുന്നതിന് ഞാൻ അസ്രത്തിനല്ല എന്ന് പറഞ്ഞില്ലേ? അത് ക്ലാസ്സിൽ പോട്ടെ എന്ന് ചോദിച്ചതോ? അല്ലല്ലോ. അല്ല, ക്ലാസ്സില് അതല്ല. അതല്ല. അതിന് മുമ്പ് പറഞ്ഞായിരുന്നു. എന്ന് പറഞ്ഞില്ലേ?
അതിന് മുമ്പേ മാഷാ ഇന്നൊക്കെ കാര്യങ്ങളും ചെയ്തും എല്ലാം ഭസ്മക്ക അൽ നഖറഉൽ മുദരിസ് ഖുർആൻ. ഉണ്ട്, ആരിഫിന്റെ താഴെ ഉണ്ട്. ആരിഫ് ഞാൻ പറഞ്ഞതിന് താഴെ അൽ മുദരിസ് മാ അന ബിഗാഫിലിൻ അമ്മാ തഅമൽ യാ മൻസൂർ. നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നില്ലെന്ന് നീ വിചാരിക്കണ്ട. അങ്ങനെയാണ് അയാള് പറഞ്ഞത്. എനിക്ക് പോകാൻ അനുവാദം നൽകണമെന്ന് പറഞ്ഞു. ഞാൻ എന്ത് കോപ്പി എടുക്കാൻ പോകണം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യിപ്പിക്കാൻ പോകണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് അയാളോട് ചോദിച്ചത് എന്താണ് തദ്കുറുൽ ഹദീസ് അൽ വാരിദത്തിൽ ദർസ് സാബിർ. കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞ ഹദീസ് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് പറഞ്ഞുതരാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഹദീസാണിത്. അപ്പോഴെന്ത് ചെയ്തു? അഹ്സൻ, നീ കറക്റ്റ് ആണ് പറഞ്ഞത് യാ മൻസൂർ. അർജു അൻ തക്കൂന സാമിഅൻ ലിദർസി. പാഠം ശ്രദ്ധിച്ച് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ വിഷയം സമീഅ ഇസ്മാവിന്റെ കർത്തൃനാമമാണ്, അഥവാ ഇസ്മുൽ ഫായിലാണ് സാമിഅ. സാമിഅ ദർസി ഫാഹിം, ഫഹിമ യഫ്ഹമു. ഫഹിമ യഫ്ഹമുവിന്റെ ഇസ്മുൽ ഫായിലാണ് ഫാഹിമുൻ. അപ്പൊ സാമിഅൻ തക്കൂന ആയതുകൊണ്ടാണ് സാമിഅൻ വന്നത് കേട്ടോ. തക്കൂനയില് കാനയുടെ അകത്തുള്ള ഹുവ അൻതയാണ് അതിന്റെ ഒന്നാം ഭാഗം. എന്താകാൻ? സാമ്യ ആകാൻ വേണ്ടി ലിദർസി ഫാഹിമൻ, മനസ്സിലാക്കാൻ ലഹു. ഓക്കെ, അൻതും സാമിഊൻ വഫാഹിമൂൻ. യെസ്. ഖദ് അക്മൽന ദർസ്. അസ്സലാമു അലൈക്കും. അലൈഹിസ്സലാം. ഞാൻ 10 മിനിറ്റ് ആയിട്ടുള്ളൂ കയറിയിട്ടിട്ട്, എനിക്ക് കയറാൻ പറ്റിയില്ല. കഴിഞ്ഞ ക്ലാസ്സിലും കയറാൻ പറ്റില്ല. ഇന്നും ഒരു കല്യാണം ഉണ്ടായിരുന്നു, ഒഴിച്ചു വിടാൻ പറ്റാത്ത, കഴിഞ്ഞ് വന്നേയുള്ളൂ. ഇത്തായാണോ അനിയത്തിയാണോ? അനിയത്തി, ഞാൻ സഫീറ അനിയത്തി. ഫാത്തിമ പറഞ്ഞു തരും. കണ്ടുമുട്ടില്ല. അപ്പം കണ്ടുമുട്ടണം. അപ്പൊ ഇതൊരു ചാൻസ് ആവും. വേണേ ഞാൻ എന്റെ ഓൺ ചെയ്ത് തരാം, നിങ്ങൾ നമ്പർ കണ്ടുമുട്ടാൻ വേണ്ടി. നിങ്ങള് എന്ത് ചെയ്യാ, സൂമിലെങ്കിലും കണ്ടുമുട്ടി. എന്റെ എവിടെയാ താമസിക്കുന്നത്? ഇന്നലെ കണ്ടിരുന്നു. ഒരാള് തൃശ്ശൂരും ബഹളമയത്തിലല്ലേ? ഒരാള് തൃശ്ശൂരും ഒരാള് കുന്നംകുളം. രണ്ടും തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ്. അതെ അതെ. അപ്പൊ ഫാത്തിമ സിറ്റിയിലാണ്. തൃശ്ശൂരും. ഓക്കെ. അപ്പൊ ഇത് വളരെ ലളിതമായ ഒരു പാഠമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് കംപ്ലീറ്റ് വായിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിലും കയറിയിട്ടില്ലേ? വളരെ ലളിതമായ ഒരു പാഠമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കേട്ടു, ക്ലാസ് കേട്ടു. ഞാൻ 2 തവണ കേട്ടു. അപ്പൊ ഇപ്രാവശ്യം എന്താ ഇത്രയും തെറ്റായത്? ഇനിയിപ്പോ വന്ന് കേറിയുള്ളൂ. വൈകിട്ടായിരുന്നു കല്യാണം, ഒഴിവാക്കാൻ പറ്റാത്തതായിരുന്നു. അപ്പൊ കല്യാണങ്ങളൊക്കെ രാത്രി നടക്കല്. നേരത്തെ പോയി. കല്യാണം 3 ദിവസമൊക്കെ കല്യാണം. മനുഷ്യൻ 4 ദിവസമൊക്കെ നേരത്തെ പോയി. 6 മണിക്ക് അവിടെ എത്തി. പക്ഷെ എപ്പോഴാണ് തിരിച്ചെത്തിയത്? ഞാനാണെങ്കിൽ നിക്കാഹിന് വിളിച്ചാലേ പോവുള്ളൂ. അയ്യോ, ഗംഭീരം. അല്ലാത്ത വൈഫിനെ അവിടെ കൊണ്ടാക്കിട്ട് ഞാൻ പോകും. കണ്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിക്കാഹിന് വിളിച്ചില്ലല്ലോ. നിക്കാഹൊക്കെ പള്ളി വെച്ച് നടത്തിയാലേ നമുക്ക് വരാൻ പറ്റും. നിങ്ങൾ അവിടെ പോയിട്ട് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അവര് സർക്കസ് കളിക്കുകയായിരുന്നു. ഒരു സലഫി സുഹൃത്ത് വിളിച്ച് നമ്മള് പോയി. അങ്ങനെ ഒരു 3-4 ദിവസം ഇവിടെ ഒരു ക്ലാസ് എടുക്കുന്നു. ആ ക്ലാസ്സിൽപ്പെട്ട സ്റ്റുഡന്റിന്റെ ബന്ധുവിന്റെ കല്യാണമായിരുന്നു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ നിരന്തരം വിളിച്ചോണ്ടിരുന്നു. അതുപോലെ തന്നെ ക്ലാസിന്റെ കോർഡിനേറ്റർ ഒരാളുണ്ട്, ഇദ്ദേഹം വിളിച്ചത് കൊണ്ട് നിങ്ങൾ വരണമെന്നൊക്കെ. ഞാനും വൈഫും കൂടെ പോയിട്ട് നമ്മളിങ്ങനെ ചെന്ന് കയറായിരുന്നു. ഞങ്ങളൊരു 10-15 ഞങ്ങളുടെ കണക്കിന് ഒരു 10-15 ഡേറ്റ് ആയിട്ടുണ്ട്. നമസ്കരിച്ചിട്ടാ പോയത്. അങ്ങനെ നമ്മൾ ചെന്ന് മുകളിലത്തെ നിലയിലോട്ട് കയറിയതേ. ഗ്രൗണ്ട് ഫ്ലോറിൽ അവിടെ ഡൈനിങ് ഹാളും മറ്റു വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചെന്നേറിയോണ്ട് ഭക്ഷണം കഴിക്കാൻ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് മുകളിൽ എന്താ നടക്കും നോക്കാം. അവിടെ അവരിങ്ങനെ ഡാൻസ് കളിക്കാൻ തുടങ്ങുന്ന സംഭവം. അടുത്തല്ലാണ് അതേ ഓഡിറ്റോറിയം തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനവിടെ വണ്ടി ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ പോയി. ഞാനവിടെ തൊട്ടടുത്ത് വണ്ടി ഉണ്ടായിരുന്നു. ഞാൻ നമസ്കരിച്ചിട്ട് ഞാൻ ഇങ്ങനെയുള്ള പേക്കൂത്തിലൊന്നും നമ്മൾ ഭയങ്കരാണ് ഇപ്പൊ, കുറെ ഓവറാണ് ഇപ്പൊ.
അനാവശ്യത്തിന്റെ അനാവശ്യം എന്താ പറയാ, ഇപ്പൊ ഇവിടെ അരിക്കുത്ത് കല്യാണം പറഞ്ഞ ഒരു കല്യാണം ഉണ്ടെന്ന് പറയുന്നത്. കൊറേ കല്യാണം അരിക്കുത്ത, എന്തൊക്കെ അറബിക് നൈറ്റ്, പേരിലാണുള്ളത്. മെഹന്തി, പിന്നെന്താണ് ഹൽദി, കൊറേ ദിവസങ്ങളല്ലേ ഇപ്പൊ. മെഹന്തി മൈലാഞ്ചി എന്ന് പറഞ്ഞ് നേരത്തെ ഉള്ള സംഭവമാണ് അത്. ഹൽദി ഉണ്ട്, എന്താണ് ഹൽദി. മൈലാഞ്ചിയുടെ സുന്നത്ത് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം തുടങ്ങുന്നത്. ഹൽദി ഉണ്ടല്ലോ. പിന്നെ അറബിക് നൈറ്റ് ഇപ്പൊ പുതിയതാണ്. എല്ലാത്തിനും നമ്മൾ പോയി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യമായ ചിലതിലൊക്കെ പോകണം. അല്ല, നമുക്ക് അങ്ങനെ നമ്മളങ്ങനെ ചെയ്യാറില്ല. അത്യാവശ്യമുള്ളത് മാത്രം, ഒഴിവാക്കാൻ പറ്റാത്ത മാത്രം ഒന്ന് പോയിട്ട് എത്തിയാക്കിയിട്ട് പോരാന്ന് മാത്രം. ഇല്ല, ഒഴിവാക്കാൻ പറ്റാത്തത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ദിവസങ്ങൾ ഉണ്ടാവുമല്ലോ. കല്യാണ ദിവസം, അതേപോലെ ചിലപ്പോൾ മൈലാഞ്ചി ദിവസം, അതുപോലുള്ള നേരത്തെ ഉണ്ടായിരുന്ന ചില സംഗതികളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ആലോചിച്ചിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അതെ, ചിലപ്പോ അവരെ കറുത്ത മുഖമൊക്കെ കാണുവരും പോയില്ലെങ്കില്. പിന്നെ എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്തുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അയാളെ പോലെ ആകണമെന്ന് എപ്പോഴും ആലോചിച്ചു. സ്ത്രീകൾക്ക് അങ്ങനെ പറ്റിക്കണമെന്നില്ല. ഒരു പുരുഷനാണ്, വളരെ മുതിർന്ന സീനിയർ സിറ്റിസനാണ്. ഞാൻ ചെറുപ്പത്തിൽ പള്ളിയിൽ ഇമാമൊക്കെ ആയിട്ട് തുടങ്ങുന്ന സമയത്താണ്, മദ്രസ അധ്യാപകനും അസിസ്റ്റന്റ് ഇമാമൊക്കെ ആയിട്ട് തുടങ്ങുന്ന സമയത്ത് ഒരു മാമ ഉണ്ടായിരുന്നു. മാമ ഏത് കല്യാണത്തിനും എല്ലാ സ്ഥലത്തും എന്തൊക്കെയുണ്ട് വിഷയം, എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന കുറിച്ചാണ്, എല്ലാം അവിടെ ഇവിടെ കൂടും അവിടെ കൂടും എന്നൊക്കെ പറയും. എല്ലാം പറഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞ പിന്നെ മാമയെ കാണില്ല അവിടെ എന്ന് പറഞ്ഞ പോലെ അവിടെ പോയി 2 സിലാമൊക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞ ആള് കാര്യം വിടും എന്ന് പറഞ്ഞ പോലെ അവിടെ ഇവിടെയൊക്കെ നമ്മളൊന്ന് കാണിച്ച് ചിലപ്പം രക്ഷപ്പെടേണ്ടി വരും. ഇതെല്ലാം ടൈം വേസ്റ്റ് ആണല്ലോ. ആൾക്കാരെ അറിയിക്കുമെന്ന് പറയുമ്പോൾ ദൂരം ഉണ്ടാവും ചിലപ്പോ. ദൂരം മാത്രമല്ല, ഈ ചടങ്ങുകൾ, ഓരോ ചടങ്ങിനും എന്തുമാത്രം എക്സ്പെൻസ് ആണ് ചിലവഴിക്കുന്നത്. അവർക്കൊരു പ്രശ്നമില്ലല്ലോ അതിനൊരു പ്രശ്നവുമില്ല. അത് കാശുള്ളവനായിരുന്നാലും ഇല്ലാത്തവനായിരുന്നാലും. കാശുള്ളവർ കാണിക്കുമ്പോ കാശില്ലാത്തവർ പിന്നെ അത് ഇതാക്കാൻ നോക്കും, അനുകരിക്കാൻ നോക്കും. മാത്രമല്ല അവർക്ക് സീറോ ബാലൻസിൽ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ എന്താ പറയാ, വണ്ടി ആണെങ്കിൽ സീറോ ബാലൻസിൽ കൊടുക്കും, സീറോ എന്താ പറയാ ഡെപ്പോസിറ്റ് കൊടുക്കും. പിന്നെ അവസാനം വീട് കൂടെ പോണ കിടപ്പാടം വരെ നഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ ആവും പിന്നെ പാവങ്ങളുടെ. എന്താണ് ഓക്കെ, അപ്പൊ ഇത് തിരിച്ചുവരവുണ്ടാവണോ? അല്ല, ഈ ഒരു സമ്പ്രദായത്തിൽ തിരിച്ചുവരവ് നമ്മളെ പോലുള്ള ഒരു ബലം പിടിക്കാതെ എങ്ങനെയാ തിരിച്ചുവരവ് ഉണ്ടാവുക? അല്ല, നമ്മൾ ചെയ്യാതിരുന്നാ പോരെ? നമ്മള് നമ്മളെ ചെയ്യാതിരുന്നാൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കും അവിടെ ലിമിറ്റേഷൻസ് ഉണ്ടാവില്ലേ? ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് പറയാവുന്നേ പറ്റുള്ളൂ. നമ്മൾ ലിമിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലെങ്കിലും വരണം. നമ്മൾ ചെയ്യുമ്പോ ഈ പറഞ്ഞതുപോലെ 1-2 ദിവസം കഴിക്കൊക്കെ നമ്മൾ ചുരുക്കാനേ പറ്റും. 4 ദിവസം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ മാത്രമല്ല അതിലെ പ്രധാന കല്ലുകൾ തീരുമാനമെടുക്കുന്നതിൽ നിങ്ങളൊക്കെ സീനിയർ സിറ്റിസൺ ആയിരിക്കും. നിങ്ങളുടെ മകളുടെ മകളുടെ കല്യാണത്തെ കുറിച്ചായിരിക്കും നിങ്ങൾ പറയും, അല്ലെങ്കിൽ മകളുടെ മകന്റെ കല്യാണത്തെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ മകന്റെ മകന്റെ കുറിച്ചായിരിക്കും പറയും. അവിടെയൊക്കെ നമുക്കൊന്ന് തീരുമാനം എടുക്കാൻ പറ്റും. അതെ അതെ, ശരിക്കും അതെ അതെ. അപ്പം പേരക്കുട്ടിയെ കുറിച്ചാണ് പറയുന്നത്. ആ പേരക്കുട്ടിയുടെ വാപ്പായും ഉമ്മയും പിന്നെ അവരുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും പിന്നെ അവരുടെ എന്താ പറയാ സിബിലിങ്സ് അങ്ങനെയുള്ള കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരുടെ കമ്പനിക്കാര്, ആ കമ്പനിക്കാര് പറയുന്നതനുസരിച്ച് അവരുടെ മാതാപിതാക്കൾ നിന്നു കൊടുക്കും. അതിനനുസരിച്ച് നമ്മൾ ഗ്രാൻഡ് മദേഴ്സും ഗ്രാൻഡ് ഫാദേഴ്സും നമ്മൾ അവിടെ ചിരിച്ചും കൊണ്ട് ഇരിക്കും. അപ്പൊ നമ്മൾ നിലവിൽ തന്നെ നമ്മൾ അതിനെ ഡിസ്കറേജ് ചെയ്യുകയും പരിമിതപ്പെടുത്തുകയും. ഞാൻ എന്റേതായ പല കാരണങ്ങൾ കൊണ്ടാണ് അതിൽ നിന്നും മാറി നിൽക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ അവർ ചോദിച്ചാൽ പറയും, അദ്ദേഹത്തിന് വലിയ കാര്യം താല്പര്യമൊന്നുമില്ല ഇങ്ങനെയുള്ള സംഭവം. അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി തന്നെ ഉള്ളു, വേറെ ഒന്നുമില്ല. അപ്പോ ഇതിൽ ഈ പാഠത്തിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നു ഇസ്മുൽ ഫായിലും ഇസ്മുൽ മഫ്ഊലും മാ അൽ ഹിജാസിയയുമാണ്. മാ അൽ ഹിജാസിയയുടെ ഉദാഹരണങ്ങൾ, ഇതിന്റെ എല്ലാത്തിന്റെ ഉദാഹരണങ്ങൾ ഇനി തംബീലാത്തിൽ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മൽ ഹിജാസിയ എന്ന് പറഞ്ഞ ഇപ്പൊ ഫാത്തിമയാണോ ചോദിച്ചത്? ഞാൻ തന്നെയാണ്. ഇപ്പൊ എനിക്കത് ഒരു എന്താണെന്ന് വെച്ചിട്ട് മൽ ഹിജാസി ആണെങ്കിൽ എന്നാ എന്റെ പേരെങ്കിലും
ഹിജാസി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അറബി ഭാഷ എന്ന് പറയുന്നത് എന്താണ്? അറബി ഭാഷ അറബി നാട് എന്ന് പറയുന്നത് വിശാലമായ നാടാണ്. അതിലെ ഓരോ പ്രദേശത്തെയും പ്രാദേശിക ഭാഷകൾ. നമ്മൾ കേരളം എന്ന് പറയുന്ന കൊച്ചി കേരളത്തിൽ തന്നെ ഈ മലബാർ ഭാഷയുണ്ട്, അല്ലാത്ത ഭാഷകളുണ്ട് അല്ലെ. സ്റ്റേറ്റ് ഭാഷയുണ്ട്, മലബാർ ഭാഷയുണ്ട്, പിന്നെ തൃശ്ശൂർ ഭാഷയുണ്ട്. രണ്ടുമല്ല, മലബാർ ഭാഷയും സ്റ്റേറ്റ് ഭാഷയും അല്ലാത്ത ഭാഷയാണ് നമ്മുടെ തൃശ്ശൂർ ഭാഷ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ശൈലികളുണ്ടല്ലോ, ശൈലി വ്യത്യാസങ്ങൾ. അപ്പൊ അതിൽപ്പെട്ട ഒന്നാണ് ഹിജാസിൽ ഉപയോഗിക്കുന്ന മാ. ഹിജാസ് എന്ന് പറയുന്നത് അറബി നാടിന്റെ മക്കയും മദീനയും അടങ്ങുന്ന സ്ഥലത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഹിജാസ് എന്ന് പറയുന്നത്. സ്ഥലമാണല്ലോ ഉസ്താദേ, അതാണല്ലേ? അതെ, അത് ഏരിയയാണ്. ഹിജാസ് എന്ന് പറയുന്നത് മക്കയും മദീനയും അടങ്ങുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് ഹിജാസ്. ഹിജാസ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഹിജാസിയ. നമ്മൾ മറ്റേ നസബ് ഉപയോഗിച്ചല്ലോ, മക്കിയ എന്ന് പറയുന്ന പോലെ ഹിജാസിയ. ആ ഹിജാസിൽ ഉപയോഗിക്കുന്ന, ഇപ്പൊ നമ്മള് മലബാർ ഭാഷ എന്ന് പറഞ്ഞതുപോലെ ഹിജാസി ഭാഷ. ഇപ്പൊ ഹിജാസി ഭാഷയിലുള്ള മാ അതെന്താണ് എന്ന് ചോദിച്ചാൽ ലൈസ പോലെയാണ്. അതിന്റെ ബൈത്ത് ഞാൻ മുമ്പ് പഠിച്ചിട്ടുള്ള ഇങ്ങനെയാണ്: ഹിജാസി മാക്ക ലൈസ എന്ന് പറഞ്ഞിട്ട് ബൈത്ത് തുടങ്ങുന്നത്. ബാക്കിയൊക്കെ പറഞ്ഞാൽ കൺഫ്യൂഷൻ ആകുന്നത്. ബാക്കി പറഞ്ഞത് പിന്നെ ഹിജാസി മാക്ക ലൈസ, അത് ലൈസ പോലെയാണ്. നഫീൻ തർത്തീബിൻ ബിലാഇൻ മുത്തലഖ, അങ്ങനെ കണ്ടാണ്. അപ്പൊ അങ്ങനെ സംഭവമാണ് വരുന്നത്. അപ്പൊ എന്താണ് അപ്പൊ ലൈസ എങ്ങനെയാണോ വരുന്നത് അതേപോലെ മാ വരും. അത്രേ ഉള്ളൂ. അപ്പൊ മാ നമ്മൾ വേറെ പഠിക്കുന്നുണ്ടല്ലോ, മാക്ക് മിൻശരി മാ ഖലഖ. അപ്പൊ എന്താണ്? എന്തെന്നാണോ അത് എന്നർത്ഥത്തിൽ. എന്താണോ അത് എന്നർത്ഥത്തിൽ. പിന്നെ മാ ഇസ്തിഫാമിയുണ്ട്. അപ്പൊ എന്തെന്നാണോ അത് എന്ന് പറയുന്നത് മൗസൂല എന്ന് പറയും. അല്ലദീന്റെ അർത്ഥത്തിലുള്ള മാ. മിൻശരി മാ ഖലഖ എന്ന് പറഞ്ഞാൽ മിൻശരി അല്ലദീ ഖലഖ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പൊ അല്ലദീന്റെ അർത്ഥത്തിലുള്ള മായാണ് മിൻശരി മാ ഖലഖ. മാ കസബ ഉണ്ടല്ലോ, മാ അഗ്നാ മാലുഹു വമാ കസബ വമല്ലദീ കസബ എന്ന അർത്ഥത്തിലാണ്. അപ്പൊ അല്ലദീന്റെ അർത്ഥത്തിലുള്ള മായുണ്ട്. പിന്നെ അല്ലാത്ത മായുണ്ട്, നെഗറ്റീവായിട്ട് മാത്രം വരുന്ന വെറും സിമ്പിൾ മായുണ്ട്. മാലഹും അതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എന്താണ് നെഗറ്റീവ് മാ. പിന്നെ ഇസ്തിഫ്ഹാമിയായ മായുണ്ട്, അതാണ് എന്ത് ചോദ്യത്തിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യരുത്, ഇതെല്ലാം കൂടെ ഇങ്ങനെ കൗണ്ട് ചെയ്ത് പഠിക്കരുത്. ഓൺ ദ വേല് പഠിച്ചാൽ മതി. കൗണ്ട് ചെയ്ത് പഠിച്ചാൽ നമ്മൾ എന്താ ഇതിനെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. ഇതിനെങ്ങനെ കണ്ടെത്തും നോക്കും. അത്രയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അതൊക്കെ കോണ്ടക്സ്റ്റിലൂടെ മനസ്സിലായിക്കോളും, സന്ദർഭത്തിൽ മനസ്സിലായിക്കോളും. മിൻശരി മാ ഖലഖ എന്ന് എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മിൻശരി അല്ലദീ ഖലഖ എന്തെന്നാണോ അത് മിൻശരി മാ ഖലഖയിൽ എന്തല്ല, മാ അങ്ങനെ പോലെ അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. മാ കസബ എന്നുള്ളത് കേട്ടാൽ തന്നെ, വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. മാ അങ്ങനെ ഒരു നെഗറ്റീവാണ്. മാ അങ്ങനെ അനുമാലും അത് എന്തായാലും നെഗറ്റീവായിട്ട് വരുള്ളൂ ആ പ്രയോഗം. അതേപോലെ ഒമാ കസബ എന്ന് പറഞ്ഞെടുത്ത് മാ അങ്ങനെയുള്ള മീനിങ് എന്തായാലും വരില്ല. മാ അങ്ങനെയായിട്ട് വന്നിട്ടുണ്ട്, മാ അങ്ങനെ അൻഹു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോവുക. അപ്പൊ ഒമാ കസബ എന്ന് പറഞ്ഞെടുത്ത് അത് അല്ലദീ എന്ന അർത്ഥത്തിലേ വരുള്ളൂ. പിന്നെ മൽ ഖാരിയ എന്ന് പറഞ്ഞെടുത്ത് എന്താ അർത്ഥം? ആ ഇസ്തിഫാമാണ്, ചോദ്യത്തിന്റെ മായാണ്. അല്ലെ, മലയാളത്തിലൊക്കെ നമ്മൾ ചില വാക്കുകളൊക്കെ പറഞ്ഞിട്ട് സ്പോക്കൺ മലയാളം എടുത്തു നോക്കിയാൽ ഒരെത്തും പിടിയിട്ടില്ല. പ്രിന്റഡ് ലാംഗ്വേജ് പഠിച്ചിട്ട് വരുന്ന ആൾക്ക് ഒരു എത്തും പിടി ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ മലയാളം സ്പോക്കൺ ലാംഗ്വേജ്. എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും അതൊക്കെ എങ്ങനെ അർത്ഥം മനസ്സിലാകുന്നത്? എല്ലാം നമ്മൾ സംഭാഷണത്തിൽ നിന്നാണ് മനസ്സിലാകുന്നത്. നമ്മൾ തന്നെ ഉദ്ദേശിക്കാതെ ആയിരിക്കും, ശ്രദ്ധിക്കാതെ ആയിരിക്കും, മനഃപൂർവ്വമല്ലാതെയാണ് പല പദങ്ങളും ഉപയോഗിക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ടാണ് വരുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ തന്നെയാണ് കേൾവിക്കാരൻ മനസ്സിലാവുള്ളൂ. കേൾവിക്കാരൻ സന്ദർഭത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ ഇതിങ്ങനെ മാ എല്ലാം നമ്മൾ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞോളൂ നന്നായിട്ട് പഠിച്ചൊക്കെ തീരുമ്പോൾ ഈ തേർഡ് പാർട്ടൊക്കെ തീർന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ക്രോഡീകരിച്ചൊക്കെ പഠിക്കാം.
എന്നാലും ഈ മാ പോലുള്ള ചില സംഗതികൾ ക്രോഡീകരിച്ച് പഠിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാനിതുവരെ പഠിച്ചിട്ടില്ല അങ്ങനെ. നിങ്ങൾ ചോദിക്കുന്ന പോലെ ചോദ്യങ്ങൾ നമ്മൾ ഉസ്താദന്മാർ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിക്കാനേ നമുക്ക് കഴിയുള്ളൂ. ഉസ്താദന്മാര് ഈ പറഞ്ഞ രീതിയിൽ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ടേബിൾ വരച്ചിട്ട് ഇങ്ങനെയാണ് ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ആയിരിക്കും അർത്ഥം, ഇങ്ങനെ വന്നാൽ മറ്റേ രീതിയിലായിരിക്കും അർത്ഥം, ഇങ്ങനെ വന്നാൽ ഈ രീതിയിലായിരിക്കും അർത്ഥം എന്ന് മായ്ക്ക് ഒരിക്കലും പറഞ്ഞു തരാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കപ്പൊ ഗ്രഹിക്കാനും പറ്റില്ല ഇത്ര എങ്ങനെ ആകുമ്പോ. എങ്ങനെ അല്ല, നമുക്ക് അങ്ങനെ പഠിക്കുമ്പോ അത് ഗ്രഹിക്കാനും പറ്റില്ല. അങ്ങനെ ഇങ്ങനെ ടേബിൾ തിരിച്ച് ഇനം തിരിച്ച് പഠിച്ചാൽ അപ്പൊ നമ്മൾ ആ ഇത് എങ്ങനെ കണ്ടെത്തും, ഇതെങ്ങനെ മനസ്സിലാക്കും എന്നൊക്കെ ചിന്തിക്കും. ബുക്ക് അവിടെ മാറ്റി വെക്കാൻ തോന്നും. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ വിചാരിക്കുക സന്ദർഭത്തിൽ നിന്നാണ് മായുടെ അർത്ഥം മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ മായ്ക്ക് ശേഷം നീ വന്നാൽ ഹിജാസിയായ മായാണ്. മായ്ക്ക് ശേഷമുള്ളതിന്റെ മാ വരുമ്പോഴത്തേക്ക് നമ്മൾ വാക്യമാണ്, ഒരു വാക്യമുണ്ട്. ആ വാക്യത്തിന്റെ ഫസ്റ്റ് പാർട്ടില് മാ വന്നു, സെക്കൻഡ് പാർട്ടില് നെസ്ബ് ചെയ്യപ്പെട്ട ഖബർ വന്നു, ഖബർ നെസ്ബ് ചെയ്യപ്പെട്ടു വന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് ഹിജാസിയുമായ പ്രയോഗമാണ്. ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഹിജാസിയുമാക്കി നമ്മൾ ഹിജാസിയുമായാണ് ഇതിന്റെ പേരിൽ എന്താ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരർത്ഥവുമില്ല, പേരിൽ ഒന്നുമില്ല, പേരിലൊരു ബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ ഉസ്മാൻ ആര്, അബൂബക്കർ ആര്? ഉസ്മാൻ എന്ന് പറഞ്ഞാൽ പാമ്പിന് കുഞ്ഞെന്നാണ്. അതുപോലെ അങ്ങനെ ഓരോ വാക്കിനും അർത്ഥം തെളിഞ്ഞു പോയാൽ പറ്റൂല. അപ്പൊ പേരിലൊന്നുമില്ല. അങ്ങനെ എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മളെ പ്രത്യേകിച്ച് ഗ്രാമർ പഠിക്കുമ്പോൾ ഇതെന്താണ് എന്ന് പഠിക്കുന്നത്, അത് ഞാൻ അങ്ങനെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ഗ്രാമറിന് വേണ്ടി അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗ്രാമർ ആശയം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഗ്രാമർ പഠിക്കുന്നത്. അപ്പൊ ആശയം മനസ്സിലാക്കാൻ എളുപ്പ വഴി എന്താണോ ആ രീതിയിൽ മാത്രമേ ഗ്രാമർ പഠിക്കാവൂ. അതിൽ ഇത് നമ്മൾ ആശയം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമാകാം, മനസ്സിലാക്കൽ ഗ്രഹിക്കൽ എളുപ്പമാകാം. കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള സംഭവം ഒന്നും ഒരു ലാംഗ്വേജും പഠിപ്പിക്കാൻ ഉപയോഗിക്കാനേ പാടില്ല. കാരണം എല്ലാം എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ട്രെയിനിങ് ആണ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ തന്നെ ആളെ ഗോൾ എങ്ങനെ എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാമെന്ന് പഠിപ്പിക്കലാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം ട്രെയിനിങ്ങുകളാണ്, പരിശീലനമായിരിക്കും. ഓക്കെ, അപ്പൊ നാളെ ജോലിക്ക് പോണ്ടേ? വേണം ഉസ്താദേ. ഞാനില്ല, നാളെ ലീവാ. കാലിന് വയ്യ, കാല് ഉളുക്കിയിട്ട് കാലിന് വയ്യ, അപ്പൊ നാളെ ലീവാണ്. അലോപ്പതിന് എന്താ ഉളുക്കിന് പണി? ചികിത്സ ഉപ്പിട്ടിട്ട് വെള്ളം കൊണ്ട് കഴിക്കും, എന്താ അറിയില്ല. ഉപ്പ് അലോപ്പതി അല്ല, അലോപ്പതി അല്ല, ആയുർവേദം ഉദ്ദേശിച്ചു. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച പ്രകൃതിയുടെ ഒക്കെ. അല്ല, നിങ്ങൾക്ക് ആയുർവേദ ചികിത്സ ഉണ്ടോ അവിടെ? ഇല്ല ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിന്റെ പേരെന്താ? ദയ ജനറൽ ഹോസ്പിറ്റൽ. ജനറൽ ഹോസ്പിറ്റൽ വലിയ ഹോസ്പിറ്റലാണല്ലേ? അതെ, എല്ലാ ഇതും ഉണ്ട്. വെള്ളക്കാരെങ്ങനെ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? ഇല്ല, കൊടുക്കില്ല. കാരണം നമ്മളെ കിംസ്, അതേപോലെ നിംസ്, മറ്റേ കോഴിക്കോട് ഹോസ്പിറ്റലെല്ലാം വെള്ളക്കാർ വാങ്ങിക്കും. വാഴയൊക്കെയാണോ ചെയ്യണത്? കുറച്ചു കാലത്തേക്ക് വെള്ളക്കാരാണോ? അവർ അതിന്റെ കുറെ ഷെയറുകൾ വാങ്ങുകയാണ്. ഇവരെല്ലാം വിട്ട് അവർ നല്ല കാശ് കൊടുക്കും. അപ്പൊ ഇപ്പോഴുള്ള ഓണേഴ്സ് വിചാരിക്കും ഓക്കെ നല്ല ഫണ്ട് കിട്ടുമല്ലോ. പിന്നെ നമ്മൾ പറയുന്ന പോലെ ഒന്നും നടക്കില്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ പറയുന്ന പോലെ അവർ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞാലും എല്ലാം നാമമാത്ര സംഭവങ്ങളാണ്. പിന്നെ ഉളുക്കൽ എന്ന് പറയുന്നത് ഒരു സംഭവമാണ് കേട്ടോ. അത് കാല് മടങ്ങിയിട്ടാ കല്യാണത്തിന് പോയപ്പോഴേ വീണു, പക്ഷേ കാലിന് മാത്രമാണ്. ഇടയ്ക്കിടയ്ക്ക് ഉളുക്ക് വരുന്നത് അതൊരു അസുഖമാണ്. ഇല്ലല്ലോ, ഇത് ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ്, കുഴപ്പമില്ല. ഒരു ദിവസം റെസ്റ്റ് എടുത്താൽ മതി. എക്സ്റേ എടുത്തു, എന്തെങ്കിലും എടുക്കുമ്പോൾ പെട്ടെന്ന് കുനിഞ്ഞെടുക്കുമ്പോൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാതെ തന്നെ നമ്മൾ കുനിഞ്ഞെടുക്കും. ഒരു പ്രത്യേക മൂവ്മെന്റിൽ അങ്ങനെ ഉണ്ടാക്കുകയാണ്. അതായത് എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടായിട്ടില്ല, ഒരു പ്രത്യേക സന്ദർഭത്തിൽ അങ്ങനെ ഉണ്ടാവും. ഉണ്ടാകുമായിരുന്നു. പിന്നെ ഉളിക്കുക, പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ട് അത് മാറും. ചിലപ്പോ കുറെ നാൾ നീണ്ടു. പിന്നീട് അത് അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ്
ചെയ്തതിന് ശേഷമാണ് അത് മാറിയത്. ഉം, 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 അതായത് ബോഡിയുടെ മൊത്തം സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഒരു സംഭവമാണ് അത്. ശരി. ഉം. പിന്നെ സഫീർ എന്താ വർക്ക് ചെയ്യുന്നത്? സഫീർ പോയോ? സഫീറ വർക്ക് ചെയ്യല്ല, വർക്ക് ഹൗസ് ചെയ്യുന്നില്ല. വൈഫ്. വീട്ടില് വർക്കുണ്ട്. വീട്ടില് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉസ്താദേ. ഒരുപാട് ചെടികളും പക്ഷികളും ഒക്കെ ഉണ്ട് ശിവകുണ്ട്. ധാരാളം. ശരി, ഇൻഷാ അല്ലാ അള്ളാഹു ഖൈറാക്കി തരട്ടെ. അള്ളാഹു ആമീൻ. സുബ്ഹാനഹു വ തആല എല്ലാവരും പഠിക്കാനും പ്രവർത്തിക്കാനും ചിന്തിക്കാനും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും, അല്ല നമ്മളെ നെക്സ്റ്റ് ജനറേഷനെ ഇതിന് താല്പര്യമുള്ളവരാക്കി എടുക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു സംഭവമാണ്. നമ്മുടെ വീട്ടിൽ അതാണ് വലിയൊരു പണിയും. അതെ, അത് ഉണ്ടാക്കി എടുക്കണം നമ്മൾ. അതെന്തായാലും നമ്മൾ ഇന്നത്തെ കാലത്ത് എത്ര ഏറ്റവും വലിയ പണി മെനക്കെട്ടായിരുന്നാലും അതാണ്. അതൊരു തരത്തിലേക്ക് നമ്മൾ വളരെ തന്ത്രപൂർവ്വം, കാരണം അവന് ഇതിനോട് അകന്നു കമ്പൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചെയ്യാൻ പറ്റില്ല. കമ്പൽ ചെയ്യാൻ പറയാൻ പറ്റില്ല. പറ്റില്ല. അതെ, നമ്മൾ അകന്നകന്ന് പോവാണ്. അതെ. എന്തൊക്കെ പറഞ്ഞാലും അവര് അറബി ഭാഷയോടും ഖുറാനോടും അല്ലെങ്കിൽ ഈ കാര്യങ്ങളിലോടും ഒക്കെ മൊത്തത്തിൽ അകന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ചെന്നിട്ട് ഒരു മതഭക്തി എന്നതിൽ പരിമിതമാവുകയാണ് ഉള്ളവർക്ക്. അതെ, അതെ. മതബോധം എന്ന് പറയുന്നവർക്കൊക്കെ ഒരു മത ചിട്ട എന്നതിൽ മാത്രം പരിമിതമാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് മൊത്തം പോകുന്നത്. ഞാൻ ഈ ഇടയ്ക്ക് കോഴിക്കോടും അവിടെ എവിടെയൊക്കെ സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഉം, ഉം, ഉം. നമുക്ക് കാര്യങ്ങൾ അറിയാമല്ലോ. അവിടെയൊക്കെ പോയി പഠിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും. ഞാൻ ഇവിടെ എന്താ പറയാ പുറക്കാട് പഠിപ്പിക്കാൻ പോകുന്നിടത്ത് അവിടെ അവരുടെ കെയർ ഓഫിലുള്ള സ്കൂളിൽ തന്നെ മാനേജ്മെന്റ് സ്കൂളാണ്, അവിടെ തന്നെ അറബി ഭാഷയില്ല. ആ. അവിടെ അറബി ഭാഷ ഉണ്ടെങ്കിൽ അത് ബാക്കി പഠിപ്പിച്ചാൽ മതിയല്ലോ ഇവിടെ. ഉം, ഉം. അതും അതെ, അവിടെ അതെ. ഇല്ല. ആ ഒരു തലത്തിലേക്ക് അപ്പൊ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ, പിന്നീട് ഞാൻ അത് വെച്ചുകൊണ്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ വരുന്ന പലരുടെയും കുട്ടികൾ അറബി പഠിക്കുന്നവരല്ല, സ്കൂളിൽ അറബി പഠിക്കുന്നവരല്ല. അപ്പൊ അങ്ങനെ ഒരു തരത്തിലേക്ക് നമുക്ക് അവരെ അറബി ഭാഷ എളുപ്പമാണ്, അതിലൂടെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ എടുക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പല രീതിയിൽ അവരെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരണം, ഇതിൽ തളച്ചിടണം, അങ്ങനെ ഒരു തൽപരരായി മാറ്റിയെടുക്കണം. ഇത് എളുപ്പമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൽ എളുപ്പത്തിൽ ഡിഗ്രി എടുക്കാമല്ലോ. ഒരു ഡിഗ്രി എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ അറബി എടുത്താൽ ഡിഗ്രി എടുക്കാൻ പറ്റും. അങ്ങനെ പല സംഗതികളിലും ഞാൻ അറബി എടുക്കാൻ പോയത് അങ്ങനെ അവസാനം ഇതിൽ എത്തിപ്പെട്ടതിന്റെ കാരണം എന്താ? അതാണ്, ഞാൻ ബികോം എടുക്കാൻ പോയ ആളാണ്. ബികോം എടുക്കാൻ പോയപ്പോ എന്റെ പഴയ ഒരു ഗുരുനാഥൻ ഞാൻ കണ്ടു, വഴിക്ക് വെച്ച് കണ്ടപ്പോൾ നീ എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ബികോം. എവിടെയാണെന്ന് ചോദിച്ചത്. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, അത് പാരലൽ കോളേജ് ഉണ്ടായിരുന്നല്ലോ, പാരലൽ കോളേജിൽ. അപ്പൊ എന്താ പാരലൽ കോളേജിൽ പോയത്? അപ്പം റെഗുലർ കോളേജിൽ അഡ്മിഷൻ കിട്ടാത്തതുകൊണ്ട് എനിക്ക് അത്രത്തോളം മാർക്കൊന്നും ഇല്ലാതെ നമുക്കൊരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഇന്ന കോളേജിൽ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു, നിനക്ക് അവിടെ അറബി ഡിഗ്രി എടുത്താൽ നിനക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നത്. അങ്ങനെയാണ് അറബി എടുക്കുക. അപ്പം ഒരു സംഭവമാണ്. ഇന്ന് ആലോചിച്ച് നോക്കി, ഒരു ട്രെയിനിങ് പോയിന്റ്, ലൈഫിന്റെ അതിന്റെ ട്രെയിനിങ് പോയിന്റ് ആയിരുന്നു. പിന്നെ ഞാൻ അവിടെ ഡിഗ്രി എടുത്തു, പിന്നെ PG എടുത്ത് അങ്ങനെ പോയായിരുന്നു. അത്രയും വരെ പോയില്ലെങ്കിൽ എന്തായിരുന്നാലും അങ്ങനെ താല്പര്യം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കഴിയണം. ربنا آتنا في الدنيا وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله. السلام عليكم ورحمة الله وبركاته. السلام ورحمة الله وبركاته. جزاك الله خير.